എല്ലാവർക്കും നല്ല ദിവസം. നമസ്കാരം. ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എങ്കിലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് PK രാജശേഖരൻ. സിവിൽസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മുന്നിലും കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. ഓൺലൈനിലും ഓഫ്ലൈനിലും ഉള്ള നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, മലയാള സാഹിത്യം നിങ്ങൾ പഠിക്കുന്നു, കഥയും കവിതയും നോവലും വായിക്കുന്നു, ഭാഷയുടെ ചരിത്രം അറിയുന്നു. ഇതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യം. ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചെറിയ കാര്യം, ഈ സിവിൽ സർവീസിന് മലയാളം പൊതുവെ കേരളത്തിലെ ക്യാപ്സ്യൂൾ രൂപത്തിൽ പഠിച്ചാണ് ശീലമില്ലാത്തത്. അതായത് ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം എഴുതാവുന്ന തരത്തിൽ മുൻകൂട്ടി നമ്മൾ ഉത്തരങ്ങൾ തയ്യാറാക്കി വെക്കുന്നു, കൃതികളെക്കുറിച്ചും അവ എഴുതിയ ആളുകളെക്കുറിച്ചും. എന്നിട്ട് അവ തരാതരം പോലെ പരീക്ഷയ്ക്ക് എഴുതുന്നു. ഈ സമ്പ്രദായം മുമ്പ് നടക്കുമായിരുന്നു. നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന കാലമാണ് മുമ്പ് സിവിൽ സർവീസ് ഓപ്ഷണൽ മലയാളത്തിൽ ഉണ്ടായിരുന്നത്. ആ കാലം മാറി. ആ കാലത്തിന് പകരം ഇപ്പോൾ നേരിട്ടല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, നേരിട്ടല്ല ചോദ്യം. നിങ്ങൾ പഠിക്കുന്ന പുസ്തകത്തെക്കുറിച്ച്, ആ സാഹിത്യ രൂപത്തെക്കുറിച്ച്, ആ എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സമഗ്രമായ ധാരണ എന്തെന്ന് പരിശോധിക്കുന്ന തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ വരാറുള്ളത്. അത് നിങ്ങളുടെ ഭാഷാശുദ്ധി, വിഷയത്തിലുള്ള ധാരണ, ഇതെല്ലാം പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്ന എക്സാമിനർമാർ നോക്കും. ഈ എക്സാമിനർമാരുടെ പ്രത്യേകത, ഇപ്പോൾ അത് പ്രൊഫസോറിയൽ ലെവലിലുള്ള ആളുകളാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പരിശോധിച്ച് മാർക്കിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുകിട ലളിതമായ ചെറിയ നമ്പറൊക്കെ പ്രയോഗിച്ചുള്ള ഉത്തരങ്ങൾ അവരുടെ മുമ്പിൽ ചിലവാവുകയില്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസർമാർ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഉത്തരത്തിൻ്റെ ക്വാളിറ്റി അവർ പരിശോധിക്കും. ആ ഒരു ധാരണയിൽ വേണം നമ്മൾ വിഷയങ്ങളെ സമീപിക്കേണ്ടത്. അപ്പം അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ, ഏറ്റവും ലളിതമായി തന്നെ വിഷയങ്ങൾ പഠിക്കാം, രസകരമായി പഠിക്കാം. പക്ഷെ അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മൾ സാഹിത്യകൃതികളെ പഠിക്കേണ്ടതെന്ന് പരിശോധിക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പേപ്പർ 1-ൻ്റെ 4ഉം 5ഉം ഭാഗങ്ങൾ ഞാനായിരിക്കും നിങ്ങളോട് സംസാരിക്കുക, ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പേപ്പർ 2 മുഴുവനായി. അപ്പോൾ പ്രധാനപ്പെട്ട സാഹിത്യകൃതികളുടെ പഠനമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ളൊരു പഠന രീതിയാണ്. ഒരു ഉത്തരം എഴുതാനുള്ള വിദ്യ പഠിക്കണം. പൊതുവെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു മിത്ത് നമ്മുടെ സിവിൽ സർവീസ് ഓപ്ഷണൽ പഠനത്തിൽ എല്ലാ കുട്ടികളുടെയും മനസ്സിലുണ്ട്. ആൻസർ റൈറ്റിംഗ്, ടെക്സ്റ്റ് വായിക്കില്ല. ഒരു നോവലോ കഥയോ കവിതയോ വായിക്കാതെ ഇതിനെങ്ങനെ ആൻസർ എഴുതാം, അതൊരിക്കലും നടക്കില്ല. അപ്പം നമ്മൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ പുസ്തകം വായിക്കുക തന്നെ വേണം. ആ പുസ്തകം വായിക്കുക, ആ പുസ്തകം എഴുതിയ ആളിനെ കുറിച്ച് മനസ്സിലാക്കുക, ആ പുസ്തകം നമ്മുടെ സാഹിത്യത്തിൽ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു, ആ എഴുത്തുകാരനെയും പുസ്തകത്തെയും സ്ഥാനപ്പെടുത്താൻ, പൊസിഷൻ ചെയ്യുക. ആ പൊസിഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തിയാൽ പരീക്ഷ ജയിക്കാമെന്ന്. അങ്ങനെ ജയിക്കാൻ പറ്റില്ല. ആൻസർ റൈറ്റിങ്ങിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താണ് എഴുതേണ്ടത് എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാകണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സയൻസ് പഠിക്കുമ്പോൾ സയൻസിൽ നിശ്ചിതമായ ഉത്തരങ്ങളുണ്ട്, ഇല്ലേ? നിശ്ചിതമായ ഉത്തരമുണ്ട്. കാരണം നിശ്ചിതമായ ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരങ്ങൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. പരീക്ഷണവും നിരീക്ഷണവും നടത്തി ഉണ്ടാക്കിയ ഉത്തരങ്ങളാണ്. സാഹിത്യത്തിൽ അങ്ങനെ സുനിശ്ചിതമായ ഉത്തരങ്ങളില്ല. സാഹിത്യത്തിലെല്ലാം ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യാഖ്യാനത്തിലൂടെ വളരെ യുക്തിപരമായ ഒരു സിദ്ധാന്തത്തിൽ നമ്മളെത്തും. അങ്ങനെ യുക്തിപരമായാണ് ഉത്തരങ്ങളിലെത്തുന്നത്. അത് ഇന്റർപ്രിട്ടേഷനാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും വായിക്കുന്നതും നിങ്ങളുടെ വക ഇന്റർപ്രിട്ടേഷനാണ്. അപ്പം അത് ഏറ്റവും തിയറട്ടിക്കലായ ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്തി ഏറ്റവും ലോജിക്കലായി കടലാസിൽ എഴുതുമ്പോഴാണ് അത് നല്ല ഉത്തരമായി മാറുന്നത്. അപ്പം ഞാൻ ഉദാഹരണത്തിന്, ക്യാപ്സ്യൂളുകളിലൂടെ നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. വർഷം തോറും ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. അവർക്ക് ഇങ്ങനെ ക്യാപ്സ്യൂളായിട്ട് ഉത്തരം മുൻകൂട്ടി നൽകും. ഗൈഡ്സ് ഉണ്ട്. ഈ ആൻസർ കുറേ കിട്ടൂല, കീ, അത് വെച്ചിട്ട് നമുക്ക് ഏതൊരു ഇതൊക്കെ എഴുതണം. അതിനൊരു 5 കീ പോയിന്റ് പറയും. ഗ്രന്ഥകാരനാണെന്ന് ആരെന്ന് പറയണം, ഇതെന്ത് സാഹിത്യ രൂപമാണെന്ന് പറയണം, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയണം, ഇതിലെ ഭാഷാശൈലി എന്തെന്ന് പറയണം. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഉത്തരം എഴുതാം. അപ്പം നമ്മൾ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് പഠിച്ച വാക്യം എടുത്ത് കുമാരനാശാനെ എഴുതും. അപ്പോൾ അതെന്താ, വായിച്ചു നോക്കുന്ന
പ്രൊഫസർക്ക് അറിഞ്ഞൂടെ? ഇത് എഴുത്തച്ഛന് ചേരുന്ന കാര്യമാണല്ലോ, കുഞ്ചൻ നമ്പ്യാർക്ക് ചേരില്ലല്ലോ, കുമാരനാശാന് ചേരുകയില്ലല്ലോ. ചന്തുമേനോനെ കുറിച്ച് പറയുന്നിടത്ത് ഒ വി വിജയൻ എഴുതിയ ശരിയാവും? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ക്യാപ്സ്യൂളല്ല, നമ്മൾ കാര്യം അറിഞ്ഞ് പഠിക്കുക. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ ഭാഷയുടെ ചരിത്രം അറിയണം. നോവൽ പഠിക്കുമ്പോൾ നോവലിന്റെ ചരിത്രം അറിയണം. പിന്നെ ആ കൃതി എന്തെന്നറിയാം. ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥയെക്കുറിച്ച് മാത്രം പറയാം, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അത് NS മാധവന്റെ ഹിഗ്വിറ്റ എന്ന കഥാസമാഹാരം നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഹിഗ്വിറ്റ എന്ന സമാഹാരം 1993 പ്രസിദ്ധീകരിച്ചത്. മലയാള ചെറുകഥയിൽ വലിയ ഒരു മാറ്റം, ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായി ഈ പുസ്തകം വന്നതോടുകൂടി. നിങ്ങൾക്ക് ആ പുസ്തകം പഠിക്കാൻ വച്ചിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ പുസ്തകത്തിന് മലയാള ചെറുകഥയുടെ ചരിത്രത്തിലുള്ള വലിയ പ്രാധാന്യം മുൻനിർത്തിയാണ്. ഇപ്പോഴും ചില പുസ്തകങ്ങൾ വരുമ്പോൾ നമ്മുടെ ചിന്താജീവിതത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. അങ്ങനെ ഒരു പുസ്തകം ഞാൻ പറയാം. 1900 സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ ഓസ്ട്രിയൻ ജർമ്മൻ സൈക്കോ അനലിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ചില സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. അതിലൊന്ന്, മനുഷ്യന്റെ മനസ്സിന് അബോധം എന്നൊരു വശമുണ്ട്, അൺകോൺഷ്യസ്. ഈ അബോധത്തിന് അല്ലെങ്കിൽ മനുഷ്യന്റെ ബോധഘടനയ്ക്ക് മനസ്സിന് 3 വശമുണ്ട്. ഒന്ന് ഇദ്, മറ്റത് ഈഗോ, മൂന്നാമത്തേത് സൂപ്പർ ഈഗോ. ഇത് നിങ്ങൾ കേട്ട് കാണുമല്ലേ, ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത് ഈ ഒരൊറ്റ പുസ്തകത്തിലാണ് ഈ സിദ്ധാന്തം ഫ്രോയിഡ് അവതരിപ്പിച്ചത്. ഈ സിദ്ധാന്തം അവതരിപ്പിച്ചപ്പോൾ അതുവരെ ആളുകൾ അറിഞ്ഞില്ല നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഒരു അധോലോകമുണ്ടെന്നും നമ്മുടെ മനസ്സിലെ അടിച്ചമർത്തപ്പെടുന്ന വികാരങ്ങൾ മുഴുവൻ ഇതെന്ന് പറഞ്ഞ ലോകത്ത് കിടക്കുന്നുവെന്നും സ്വപ്നങ്ങളിലൂടെ അവ പുറത്തു വരും. അപ്പം നമ്മൾ അനിയന്ത്രിതമായി പെരുമാറാതിരിക്കാൻ മനസ്സിന്റെ കൺസെൻസസ് അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നു ഒക്കെയുള്ള സിദ്ധാന്തം പുറത്തു വന്നു. ആ ഒരൊറ്റ പുസ്തകം 20-ാം നൂറ്റാണ്ട് തുടങ്ങുന്ന 1900 പുറത്തു വന്ന പുസ്തകം. യഥാർത്ഥത്തിൽ ആ പുസ്തകം അച്ചടിച്ചത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷമായ 1899. പക്ഷെ പബ്ലിഷർക്ക് തോന്നി ഇത് 1900 എന്ന് വയ്ക്കണം, 3 മാസം കഴിഞ്ഞ് 1900 ആവും. അങ്ങനെ ഒരല്പം കാലം മാറ്റിയേ വെച്ച്. പക്ഷെ അത് ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തെ തന്നെ മാറ്റി. 19-ാം അതുവരെയുള്ള ലോകത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ലോകമാണ് വരാൻ പോകുന്നത്. അതങ്ങോട്ട് കഴിഞ്ഞ ഉടൻ ഐൻസ്റ്റൈൻ്റെ തിയറികൾ വരുന്നു, ലോകം മുഴുവൻ മാറാൻ തുടങ്ങി. ചില പുസ്തകങ്ങൾ വലിയ മാറ്റം സൃഷ്ടിക്കാൻ, ഉദാഹരണം കാർൽ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ആ പുസ്തകം വലിയ ചേഞ്ച് ഉണ്ടാക്കി. അതുപോലെ മലയാള ചെറുകഥയുടെ ചരിത്രത്തിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കിയ, ഒരു വ്യവച്ഛേദമുണ്ടാക്കിയ പുസ്തകമാണ് NS മാധവന്റെ ഹിഗ്വിറ്റ. മാധവനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധവൻ ബീഹാർ കേഡറിൽപ്പെട്ട ഒരു IAS ഓഫീസറായിരുന്നു. അദ്ദേഹം കേരളത്തിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. മാധവന്റെ കഥാജീവിതം തുടങ്ങുന്നത് 1971 മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എല്ലാ വിഷുവിനും വിഷുപ്പതിപ്പ് മത്സരം എന്നൊരു ചെറുകഥാ മത്സരം നടത്തി, കോളേജ് സ്റ്റുഡൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. ഈ കഥാമത്സരത്തിൽ ആദ്യകാലത്ത് സമ്മാനം വാങ്ങിച്ച ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് NS മാധവൻ. തിരുവനന്തപുരത്തെ മാറിവാനിയൂസ് കോളേജിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. 71 അദ്ദേഹം സമ്മാനം വാങ്ങിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസിച്ചത്. പിന്നെ 79 വരെ മാധവൻ ഒട്ടേറെ ചെറുകഥകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി. 80 അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. ചൂളൈമേടിലെ ശവങ്ങൾ എന്നാണ് ആ കഥാസമാഹാരത്തിന്റെ പേര്. ഈ സമ്മാനം 71 മാതൃഭൂമിയിൽ അദ്ദേഹത്തിന് സമ്മാനം കിട്ടിയ കഥയുടെ പേര് ശിശു എന്നാണ്. പക്ഷേ 80 ചൂളൈമേട് എന്ന് പറഞ്ഞ അതുവരെ എഴുതിയ കഥകളുടെ സമാഹാരം പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാധവൻ 10 കൊല്ലം ഒന്നും എഴുതി. 10 കൊല്ലം ഒരു നീണ്ട നിശബ്ദതയാണ്. അതായത് സർവീസിൽ ജോലി ചെയ്യുന്നു, IAS ഓഫീസറുടെ തിരക്കുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ 10 കൊല്ലത്തെ നിശബ്ദതയ്ക്ക് ശേഷം, സാധാരണഗതിയിൽ 10 കൊല്ലം എഴുതാതിരുന്നാൽ ഒരാളിന് തിരിച്ചു വരാൻ പറ്റും സാഹിത്യത്തിൽ. 10 കൊല്ലം ഫുട്ബോൾ കളിക്കാതെ എത്ര വലിയ കളിക്കാരനായാലും 10 കൊല്ലത്തിന് ശേഷം പഴയതുപോലെ കളിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ സാഹിത്യത്തിലും അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ മാധവൻ സ്വയം നവീകരിച്ചു എന്ന് മാത്രമല്ല, 10 കൊല്ലത്തിന് ശേഷം 1993 അദ്ദേഹം ഹിഗ്വിറ്റ എന്ന് പറഞ്ഞ കഥാസമാഹാരത്തോടെ മലയാള സാഹിത്യത്തിൽ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ വെള്ളി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വീണ്ടും പുനഃപ്രവേശിച്ചു. രണ്ടാമത് തിരിച്ചു വരികയും ചെയ്തു. ആ തിരിച്ചുവരവിലാണ് ഹിഗ്വിറ്റ എന്ന് പറഞ്ഞ അതിപ്രസിദ്ധമായ കഥ എഴുതിയത്. ഹിഗ്വിറ്റ എൻ്റെ ചെറുപ്പത്തിൽ 90 ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നു.
ആ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ എന്ന ടീമിന്റെ ഗോൾ കീപ്പറാണ് റെനെ ഹിഗ്വിറ്റ. നിങ്ങൾക്ക് റെനെ ഹിഗ്വിറ്റ അറിഞ്ഞത്, കാരണം നിങ്ങൾ ലയണൽ മെസ്സിയുടെയും അല്ലേ, ലയണൽ മെസ്സിയുടെ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ കാലത്തിൻ്റെ ഒരു കളിക്കാരൻ ഹിഗ്വിറ്റ ആയിരുന്നു. അപ്പോൾ കൊളംബിയ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് വലിയ ഇഷ്ടമുള്ള രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഒരു കൊളംബിയൻ എഴുത്തുകാരൻ മലയാളികൾക്ക് വലിയ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. ഏതാണ്ട് ഒരു മലയാളിയെ പോലെയാണ് മലയാളികൾ അദ്ദേഹത്തെ കരുതുന്നത്. ഈ കൊളംബിയയുടെ ഈ ഗോൾ കീപ്പറിന്റെ പ്രത്യേകത, അദ്ദേഹം ഗോൾ മുഖത്ത് നിൽക്കാറില്ല, പലപ്പോഴും നേരിട്ട് ഫോർവേഡിനെ പോലെ മുന്നോട്ട് കളിക്കും. അങ്ങനെ കളിക്കുന്ന ഈ കളിക്കാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ കഥ ഇന്ത്യയിലെ ഡൽഹിയിൽ നടക്കുന്ന ഒരു ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള കഥയായി മാറും. നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരു വേലക്കാരിയായിട്ട് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന ജബ്ബാർ എന്ന് പറഞ്ഞ കഥാപാത്രം ലൈംഗിക ചൂഷണത്തിന് ഇടയാക്കുന്നു. അവളെ വേശ്യാവൃത്തിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അവൾ സങ്കടം പറയാൻ പോകുന്നത് അവൾ ആരാധനയ്ക്ക് പോകുന്ന പള്ളിയിലെ അച്ഛനോടാണ്. ഗീവർഗീസ് എന്ന് പറഞ്ഞ അച്ഛൻ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, അച്ഛൻ പണ്ട് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന നേരത്ത് വലിയൊരു ഫുട്ബോൾ പ്ലെയറായിരുന്നു. ഹിഗ്വിറ്റ അദ്ദേഹത്തെ ഇങ്ങനെ ആവേശിക്കാൻ തുടങ്ങി. അദ്ദേഹം ഹിഗ്വിറ്റയുടെ ആവേശത്തിൽ തന്നെ ഇറങ്ങി ഈ ജബ്ബാറിന് 2 സ്കോർപ്പിയൻ കിക്ക് കൊടുത്ത് അവനെ അടിച്ചു ഓടിക്കുകയും ഈ കുട്ടിയെ വേശ്യാവൃത്തിയിൽ നിന്ന് നല്ല ജീവിതത്തിലേക്ക് മോചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനൊരു ലളിതമായ കഥയാണ്. പക്ഷെ ഈ കഥ വലിയ അർത്ഥങ്ങളുള്ള ഒരു കഥയാണ്. ഈ കഥയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു നോവൽ വായിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. 90-ൽ ഈ കഥ വരുമ്പോൾ ആ കഥയുടെ പേര് ഇതാണ്, ഗോൾ മുഖത്ത് പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ വരുന്ന ഒരവസ്ഥയെക്കുറിച്ച്? 1,00,000 കാണികൾ കണ്ടുകൊണ്ടിരിക്കുകയും ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ് ആ പെനാൽറ്റി കിക്ക് എടുക്കാൻ നേരത്ത്. ഈ 1,00,000 പേരുടെ 2,00,000 കണ്ണുകൾ, അത്രയും പേരുടെ ശ്വാസം, ടെലിവിഷൻ കാണുന്ന ആളുകൾ, ഇതിന്റെ മുഴുവൻ ആകാംക്ഷയുടെ ഭാരം മുഴുവൻ ആരുടെ പുറത്താണ്? ഗോളിയുടെ പുറത്താണ്. അതിങ്ങനെ നിൽക്കുകയാണ്. കിക്ക് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ കൊല്ലും ആളുകൾ, അല്ലെ ഗോൾ വന്നാൽ. അല്ലാത്ത ആ ഒരു ടെൻഷൻ ലോകത്ത് ആരും അനുഭവിക്കുന്നില്ല. ഈ പേരിൽ ഒരു നോവൽ ജർമ്മൻ എഴുത്തുകാരനാണ്, ജർമ്മൻ എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയക്കാരനാണ്, ജർമ്മനിലാണ് എഴുതുന്നത്, പീറ്റർ ഹാൻകെ എന്നൊരു നോവലിസ്റ്റ് എഴുതിയിരുന്നു. 90-ൽ ഈ കഥയിൽ എഴുതുന്നത് മാധവൻ പറയുന്നു, പീറ്റർ ഹാൻകെയുടെ പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന നോവൽ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ഹിഗ്വിറ്റ കടന്നു വന്നതാണ്. ഈ കഥ എഴുതുന്ന കാലത്ത് പീറ്റർ ഹാൻകെ കേരളത്തിൽ ആർക്കും വലിയ പരിചയമൊന്നുമില്ല, കുറച്ചു പേർക്കൊക്കെ അറിയാവുന്നതാണ്. പിൽക്കാലത്ത് അദ്ദേഹം നൊബേൽ പ്രൈസ് കിട്ടി അദ്ദേഹത്തിന്, അത്രയും വലിയ എഴുത്തുകാരനാണ്. അപ്പോൾ ഒരു എഴുത്തുകാരനെ കുറിച്ചുള്ള സൂചന, ഫുട്ബോള്, ഒരു പുരോഹിതന്റെ ജീവിതം, നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള പാവപ്പെട്ട ആളുകളെ ലൈംഗിക വൃത്തിക്കും വേലക്കാരായിട്ടും കൊണ്ടുവരുന്ന ചൂഷണം, ഇങ്ങനെ പല ലെയറുകൾ ഈ കഥയിൽ ഉണ്ട്. ഈ കഥ വെറുതെ ഒരു ഫുട്ബോൾ കഥയോ ഒന്നുമല്ല, മറിച്ച് ഇന്ത്യൻ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ, ഒരു ചെറിയ ഫുട്ബോൾ കളിയിലൂടെ ആ കഥ മുഴുവൻ ജീവിതത്തിന്റെ ഒരു കണ്ണാടി പ്രതിഫലനമായി മാറും. അതാണ് ആ കഥയുടെ പ്രത്യേകത. ആ കഥ മലയാള കഥയിൽ ഉണ്ടാക്കിയ ബ്രേക്ക് പോലെ ഒന്ന് അതിനുശേഷം ഇതുവരെയും ഉണ്ടായിട്ടേ ഇല്ല. അതാണ് ഹിഗ്വിറ്റയുടെ പ്രത്യേകത. ഹിഗ്വിറ്റ മാത്രമല്ല, അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ മരണസമയത്ത് ഇന്ത്യയിൽ വൻതോതിൽ സിഖുകാർ കൊല്ലപ്പെട്ടു. അത് വെച്ചിട്ട് ആ സംഭവം വെച്ചിട്ട് വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ഒരു കഥ, അതിപ്രസിദ്ധമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി അദ്ദേഹം എഴുതി. ഒരു പക്ഷേ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ കഥകളിൽ ഒന്നാണ് വൻമരങ്ങൾ വീഴുമ്പോൾ. വൻമരങ്ങൾ വീഴുന്നുള്ള ആ കഥയുടെ ശീർഷകത്തിന്റെ കാരണം അറിയാമോ? ആളുകൾ മരിച്ചു, ഒരുപാട് സിഖുകാരെ കൊന്നു. തിരുവനന്തപുരത്ത് പോലും പട്ടാളക്കാരായ സിഖുകാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ചെറിയ തോതിലുണ്ടായി. ആളുകളെല്ലാം അവരുടെ മുടിയൊക്കെ നോക്കിയിട്ട് നിത്യ പഞ്ചകകാരങ്ങളാണല്ലോ സിഖുകാരുടെ ലക്ഷണം, അല്ലെ? കടം, കച്ചം, കേശം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ മുടി നോക്കി തലപ്പാവ് നോക്കിയൊക്കെ കൊന്നു, തീ വെച്ച് കൊന്നു, പെട്രോൾ ഒഴിച്ച് കത്തിച്ചു 100 കണക്കിന് ആളുകളെ. അപ്പൊ അത്രയും ദുരന്തം ഉണ്ടായപ്പോൾ രാജീവ് ഗാന്ധിയാണ് അടുത്ത പ്രധാനമന്ത്രിയായത്, ഇന്ദിരാഗാന്ധിയുടെ മകൻ. അപ്പൊ ഈ ഇത്തരം അക്രമങ്ങളെ കുറിച്ച് വെച്ചപ്പോൾ രാജീവ് ഗാന്ധി അന്ന് പറഞ്ഞു, അദ്ദേഹം ചെറുപ്പമായതുകൊണ്ടാണ് ഈ ഇല്ലാത്ത ഒരു മറുപടി പറഞ്ഞത്, വലിയ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് സാധാരണയല്ലേ? പക്ഷെ വലിയ മരം വീഴുമ്പോൾ ചെറിയ ചെടികളൊക്കെ ചതഞ്ഞു പോയില്ലേ? അതുപോലെയാണ് ഈ കൊലപാതകം. ശരിയാണോ? ഇതൊരു നിഷ്ഠുരമായ മറുപടിയാണ്. അതിൽ നിന്നാണ്, ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഈ കഥയ്ക്ക് അദ്ദേഹം പേര് വൻമരങ്ങൾ വീഴുമ്പോൾ. പിന്നെ 4-ാം ലോകം എന്ന് പറഞ്ഞൊരു കഥ വന്നു. നിങ്ങൾക്കിന്ന് അറിഞ്ഞുകൂടാ, പണ്ട് സോവിയറ്റ് യൂണിയൻ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു, അറിയാമല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക്കാണ്. 1990 ആകുമ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ
അവസാനിക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ പ്രോപ്പർട്ടികൾ എന്ത് ചെയ്യണം? സോവിയറ്റ് യൂണിയൻ മുഴുവൻ പല റിപ്പബ്ലിക്കുകളായി സ്വയം വേർപിരിയും. അവരുടെ പ്രോപ്പർട്ടികൾ എന്ത് ചെയ്യണം? രാജ്യങ്ങളെ വേർതിരിക്കാം, അത് അവിടെയുണ്ട്. പക്ഷെ അവർക്ക് വിദേശത്തുള്ളതോ? ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് സോവിയറ്റ് യൂണിയന് ബേക്കറി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത്, വാൻഡ്രോസ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് സോവിയറ്റ് കൾച്ചർ സെന്റർ എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അത് വലിയ തർക്കമായി. ഇത് ആരുടെ വകയാണ്? സോവിയറ്റ് യൂണിയൻ ഇല്ല. ഈ കെട്ടിടം ആർക്ക് കൊടുക്കും? അവിടുത്തെ ജീവനക്കാരെ എന്ത് ചെയ്യും? അവർക്ക് ആര് ശമ്പളം കൊടുക്കും? അവസാനം അത് റഷ്യയുടേതാണെന്ന് തീരുമാനമാണ്. ഇത് നമ്മുടെ മറുദേശങ്ങളിലുള്ളത്. എന്നാൽ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്തേക്ക് ഒരുപാട് ഉപഗ്രഹം വിട്ടിരുന്നു. അതിലൊക്കെ മനുഷ്യനുമുണ്ട്, സ്പേസ് സ്റ്റേഷനുകൾ. ഇതിന്റെ ഉത്തരവാദിത്വം ആരെടുക്കും? അവർ പോയപ്പോൾ ആ രാജ്യം ഏതായിരുന്നു? സോവിയറ്റ് യൂണിയൻ. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ ഇല്ല. അവരെങ്ങോട്ട് തിരിച്ചു വരും? അവർക്ക് സോവിയറ്റ് യൂണിയൻ ഇല്ലല്ലോ ഇറങ്ങാൻ. അവർ ഉക്രൈനിലോ കസാഖ്സ്ഥാനിലോ ഉസ്ബെക്കിസ്ഥാനിലോ ഇറങ്ങാൻ പറ്റും? ഇറക്കുമോ അവരെ? കാരണം അവർ ആ രാജ്യങ്ങളിലെ പൗരര്. ഇതൊരു വലിയ ക്രൈസിസ് അല്ല, ഐഡന്റിറ്റി ക്രൈസിസ്. ഈ ഡിലമയാണ് അദ്ദേഹത്തിന്റെ 4-ാം ലോകം എന്ന് പറഞ്ഞ കഥ. അതൊരു ഇന്ത്യക്കാരനായ 3-ാം ലോകക്കാരനായ ഒരു ഇന്ത്യക്കാരനുണ്ട്. അവസാനം ബഹിരാകാശത്തേക്ക്, സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാതെ ബഹിരാകാശത്തേക്ക് ചാടി മറയുന്ന ബത്തൂനിൻ എന്ന് പറഞ്ഞ ഒരു സോവിയറ്റ് നാവികനുണ്ട്. ഇങ്ങനെ അത്യന്തം പൊളിറ്റിക്കലായ കഥകളാണ് ഈ സമാഹാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സമാഹാരത്തിലെ അത്യപൂർവമായൊരു കഥ കൂടിയുണ്ട്. ആ കഥയുടെ പേര് കാർമൻ എന്നാണ്. നിങ്ങൾ ഈ കഥ വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാർമൻ നിങ്ങൾ വായിച്ചിട്ടുണ്ട്? എന്റെ മുന്നിലിരിക്കുന്നത് കാർമൻ വായിച്ചിട്ടുണ്ട്. എന്താണ് കാർമൻ? ഞാൻ ആദ്യം കാർമന്റെ കഥ ചുരുക്കി പറയാം. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ആവർത്തനത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ആ കഥ നിങ്ങൾ കേൾക്കണം. നമ്മുടെ കഥകളിക്കാർ കേരളത്തിലെ ഒരുപാട് കഥകളി സംഘങ്ങൾ യൂറോപ്പിൽ പോയി കളിക്കാറുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു കഥകളി സംഘം യൂറോപ്പിൽ ഇറ്റലിയിലെത്തും. ഇറ്റലിയിലെ വെനീസ് എന്ന് പറഞ്ഞ നഗരത്തിലാണ് അവര് എത്തിച്ചേർന്നത്. വെനീസിൽ കളിക്കാൻ പോയ സംഘത്തിൽ ഒരു ആശാനുണ്ട്. കഥകളിയുടെ പ്രത്യേകത എപ്പോഴാണ്? ഒരു ഗുരു ആശാനുണ്ട്. ആശാന്റെ കീഴിലാണ് എല്ലാം നടക്കുന്നത്. ആശാനെ നിഷേധിച്ചുകൊണ്ട് ഒരു കാര്യവും അവിടെ ചെയ്യാൻ പറ്റില്ല. അതിലെ ഒരു നടനാണ് രാഘവൻ. 6.5 അടിയോടെ ഉയരമുണ്ട്, അതിസുന്ദരനാണ്. കഥകളിയിൽ ആഹാര്യം എന്ന് പറയാം. ചതുർവിധ അഭിനയങ്ങളിൽ, അഭിനയം 4 വിധം എന്നാണ്. അതിലൊരു വിധമാണ് ആഹാര്യം എന്ന് പറഞ്ഞത്. അഭിനയമല്ല, നമ്മളെ ചമയത്തിന്റെ ഭംഗിയാണ്. ചില ആളുകൾ നേരിട്ട് കാണാൻ വലിയ സൗന്ദര്യമോ അംഗലാവണ്യമോ ഒന്നും ഇല്ലാത്ത ആളുകൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ മേക്ക് ഓവർ നടത്തി സാധാരണമായ സൗന്ദര്യം വരും. അതിന് ആഹാര്യ ശോഭ എന്നാണ് കഥകളിയുടെ ഭാഷയിൽ പറയുന്നത്. അത്യന്തം ആഹാര്യ ശോഭയുണ്ട്. പക്ഷെ അഭിനയ മികവേ ലാട്ടം പഴയ്ക്കും, മനോധർമ്മം തോന്നില്ല. കഥകളിയിൽ മനോധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പദം ഇങ്ങനെ പാട്ടുകാരൻ പാടുമ്പോൾ അതിനെ മുദ്രകളിലൂടെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതാണല്ലോ കഥകളി. അതില് ഈ ആർട്ടിസ്റ്റ് സ്വന്തം മനോധർമ്മം അനുസരിച്ച് വേണം ആടാൻ. മനോധർമ്മം അനുസരിച്ച് ആ സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും കഥാപാത്രം പെരുമാറുക എന്ന് ആ കഥാപാത്രമായി സ്വയം മാറി ആ സന്ദർഭം ആവിഷ്കരിക്കുന്നതാണ് മനോധർമ്മം എന്ന് പറയുന്നത്. വളരെ പ്രധാനമാണ് ഒരു ആക്ടറുടെ ജീവിതത്തിൽ. ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ട ഒരു കഥ പറയാൻ ഞാൻ ഇടയിൽ, നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമല്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടില്ലേ കവി, ബാലചന്ദ്രനും മോഹൻലാലും കൂടി ഒരു രംഗത്തിൽ അഭിനയിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് മേശയുടെ അപ്പുറം പറയുന്നു. അപ്പൊ ചായ കുടിച്ച് സംസാരിക്കുന്നതിനിടയിൽ ബാലേന്ദ്രന്റെ കൈ തട്ടിയിട്ട് സ്പൂണ് താഴെ വീണു. ഓക്കെ, സ്പൂണ് വീണു, അവർ ശ്രദ്ധിച്ചില്ല, സ്പൂണങ്ങ് താഴെ പോയി. ആ രംഗത്തിൽ സ്പൂണ് വീഴണമെന്നില്ല, അറിയാതെ വീണു പോയതാണ്. പക്ഷേ ടേക്ക് ഓക്കെ ആണെന്ന് സംവിധായകൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ആവശ്യപ്പെട്ടു അത്രേ, ഇത് ഒന്നുകൂടി നമുക്ക് എടുക്കാം. അപ്പൊ സംവിധായകൻ പറഞ്ഞു പ്രശ്നമില്ല, അത് ഓക്കെയാണ്. ഇല്ല, ഒന്നുകൂടെ എടുത്തേക്കാം, ഒന്നുകൂടെ എടുക്കും. അപ്പൊ സ്പൂണ് വീണില്ല. അത് കഴിഞ്ഞ് ബാലേന്ദ്രനോട് മോഹൻലാൽ സ്വകാര്യമായി പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ കൈ തട്ടി സ്പൂൺ വീണാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ സ്പൂണിലേക്ക് നോക്കൂലേ? നിങ്ങളെ നോക്കില്ലേ? നമ്മളെ കയ്യിൽ നിന്ന് വരും. നിങ്ങൾ ബാലേന്ദ്രൻ അത് നോക്കിയില്ല. അപ്പൊ അത് സ്വാഭാവികമല്ലാതായി തീർന്നു. ഒരു നടന്റെ, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത് എടുക്കാൻ പറഞ്ഞത്. നടന്റെ സൂക്ഷ്മ ശ്രദ്ധ മനസ്സിലായത്. അതാണ് മനോധർമ്മം. എങ്ങനെയാണ് ആ സന്ദർഭം? ആ സന്ദർഭത്തിനനുസരിച്ചുള്ള അഭിനയം വഴങ്ങാത്ത നടനാണ് രാഘവൻ. ഇറ്റലിയിലെ വെനീസിൽ അവര് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അണിയറയിൽ കാണാനായിട്ട് 2 ഇറ്റലിക്കാരികൾ വന്നു. അതിലൊരാളുടെ പേര് മിക്കേല ഇറ്റലിയിലെ ഒരു യൂണിവേഴ്സിറ്റി ടീമിനോടൊപ്പം സോഷ്യൽ സയൻസ് പഠിക്കുന്ന, കേരളത്തിലെ സംബന്ധം, മരുമക്കത്തായ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ഒരു ടീമിന്റെ ഗൈഡായിട്ട് കേരളത്തിൽ 2 വർഷം താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാഘവന്റെ കുടുംബമായിട്ട് പരിചയവും ഉണ്ട് അവർക്ക്. രാഘവന് ഭാര്യയും ഒരു മോനും ഒരു മോളും ഒക്കെ ഉണ്ട്, അമ്മയുണ്ട്.
രാഘവന്റെ അമ്മ ഒരു നമ്പൂതിരിയുടെ ഭാര്യയാണ്. പഴയ സംബന്ധം നിങ്ങൾക്കറിയാമല്ലോ. ഈ സംബന്ധം എന്ന് പറഞ്ഞ സോഷ്യൽ സിസ്റ്റത്തിന്റെ അവസാനത്തെ ഭാഗമാണ് രാഘവന്റെ അമ്മ. ഈ മിക്കയില കൂട്ടുകാരിയും കൊണ്ടുവരുന്നു. രാഘവന് അമ്മ കൊടുത്തയച്ച, അയാളുടെ ഭാര്യയെ കൊടുത്തയച്ച കേരളത്തിൽ നിന്നുള്ള ഭക്ഷ്യ വിഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നു. വെജിറ്റേറിയന്മാരാണ് മിക്ക കഥകളി നടന്മാരും. അതുകൊണ്ട് അവർക്ക് നാട്ടിൽ നിന്നുള്ള അരിയും ചോറും പുളിശ്ശേരിയും ഒക്കെ വേണം. അതൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ഈ കാർമൻ ഇയാളെ പരിചയപ്പെടും. കാർമനും മിക്കയിലയും ഒരു വെനീസിൽ ഒരു മാംസ സംസ്കരണശാലയിലാണ് പണിയെടുക്കുന്നത്. അതായത് ഇറച്ചി വെട്ടി പാക്ക് ചെയ്ത് പല രാജ്യങ്ങളിലേക്ക് അയക്കുന്നു. വലിയൊരു ഫ്രീസറിനകത്താണ് അവർ ജോലി ചെയ്യുന്നത്, തണുത്ത. ഇത് കഴിഞ്ഞ് കാർമൻ എന്ന് പറഞ്ഞ ഈ സ്ത്രീ രാഘവനുമായി പതുക്കെ അടുക്കുന്നു. പതുക്കെ അവരൊരു ശാരീരികമായ ബന്ധത്തിലേക്ക് നീങ്ങും. അതോടുകൂടി കളിയിലുള്ള സ്വതവേ തന്നെ കളിയിൽ ഉഴപ്പനാണ്, താല്പര്യമില്ല. ആശാന് ദേഷ്യം വരാൻ തുടങ്ങി. പതുക്കെ പതുക്കെ രാഘവൻ തൻ്റെ കഥകളി സംഘത്തിൽ നിന്ന് അകന്ന് കഥകളി സംഘം തിരിച്ചു പോന്നിട്ടും നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. പകരം ഇറ്റലിയിൽ തന്നെ തുടരും. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഇറ്റലിയിൽ നിന്ന് കാർമനും രാഘവനും കൂടി ഇന്ത്യയിലേക്ക് വരും. ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഇയാളുടെ കൂടെ വരും. അവർ ഇന്ത്യയിൽ കേരളത്തിലേക്കല്ല വന്നത്, അവർ കാശിയിലേക്കാണ് വന്നത്. വാരാണസി അല്ലെങ്കിൽ ബനാറസ് ഒരു ഇന്ത്യയുടെ തന്നെ പ്രതീകമായ ഒരു സ്ഥലമാണ് കാശി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബനാറസിലെത്തി. ബനാറസ് അവരവിടെ താമസിക്കുന്നു, ഗംഗാ തീരത്തൊക്കെ നടക്കുന്നു. അപ്പോൾ അവിടെ ഗുസ്തിക്ക് പ്രസിദ്ധമാണ്. കാശി മാത്രമല്ല, ഉത്തരേന്ത്യയിലുടനീളം ഗുസ്തിയാണ്. പല പല അഖാഡകൾ എന്നാണ് പറയുന്നത്. ഗുസ്തി നടത്തുന്ന സ്ഥലത്ത് മണ്ണിട്ട് അടിച്ചൊതുക്കിയാണ് അഖാഡകൾ നിർമ്മിക്കുന്നത്. ഒരു അഖാഡ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ ഒരു 10-15 ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. അതിൽ ചെറിയ കുട്ടികളുണ്ടാവും, മുതിർന്ന ഫയൽമാന്മാരുണ്ട്. അവർ ലോക്കലി ഗുസ്തികൾ നടത്തും. അപ്പോൾ ആളുകൾ പൈസ വെച്ച് കളി കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് വലിയൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മൾ പറയുമ്പോൾ ഈ WWE എന്നൊക്കെ പറഞ്ഞ് ടെലിവിഷനിൽ കാണിക്കുന്ന പോലത്തെ ഗുസ്തി അല്ല അത്. ഇന്ത്യൻ ഗുസ്തി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ കൾച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഈ ഗുസ്തിയിൽ അതിനകത്തൊരു ജാതി ഘടന പോലും കിട്ടുന്നു. ഓഡിയോയ്ക്ക് എന്തെങ്കിലും തകരാറ് വന്നിരുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവര് കാശിയിലെ 2 ഗുസ്തിക്കാർ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. 2 അഖാഡകൾ തമ്മിലുള്ള മത്സരമാണ്. അതിൽ ഒരു ഗുസ്തിക്കാരൻ മുന്നാ ഷാഹി എന്നൊരാളാണ്. അയാൾ ഭൂമിഹാർ എന്ന് പറഞ്ഞ ജാതിയുടെ പ്രതിനിധിയാണ്. മറ്റേ ഗുസ്തിക്കാരൻ കാളി സിംഗ്, അയാൾ വേറൊരു ജാതി, അത് രാജ്പുത്തുകളുടെ രാജപുത്രന്മാർന്ന് മലയാളത്തിൽ പറയില്ലേ, ക്ഷത്രിയ വർഗമാണ്, രാജ്പുത്തിന്റെ വർഗമാണ്. ഈ ഭൂമിഹാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളീയർക്ക് ഈ ജാതി സമ്പ്രദായം ഉണ്ടെന്ന് മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഭൂമിഹാർ എന്ന് പറയുന്നത് ബീഹാറിലാണ് പ്രധാനമായിട്ടുള്ളത്. യുപിയിൽ തന്നെ കിഴക്കൻ യുപിയിലുണ്ട്. മധ്യപ്രദേശ് വടക്കൻ മധ്യപ്രദേശിലുള്ള ഒരു ജാതിയാണ്. അവർ ബ്രാഹ്മണരിൽ ആണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഞങ്ങൾ ബ്രാഹ്മണരിൽ നിന്ന് വന്നവരാണ്. ഈ ബ്രാഹ്മൺ ക്ഷത്രിയ സംഘർഷം ഭൂമിഹാറുകളും രാജ്പുത്തുകളും തമ്മിൽ, രാജ്പുത്തിനെ ഠാക്കൂർ എന്നും പറയും, ഇവർ തമ്മിലുണ്ട്. അപ്പൊ ഈ ജാതിപ്പക ആവിഷ്കരിക്കുന്ന ഒരു ഗുസ്തിയാണ് ഇവർ തമ്മിൽ നടത്തുന്നത്. ആര് ജയിക്കും എന്നുള്ളതാണ്. പക്ഷേ പതുക്കെ കാർമൻ ഈ മുന്നാ ഷാഹി എന്ന് പറഞ്ഞ ഗുസ്തിക്കാരനുമായി ഒരു പ്രേമത്തിൽ അകപ്പെടുന്നു. അവൾ രാഘവനെ തഴയുന്നു. അതോടുകൂടി ഇച്ഛാഭംഗം വന്ന നേരെ തന്നെ ജീവിച്ച മനുഷ്യൻ വഴിതെറ്റി പോയതാണ്. അരങ്ങ് നഷ്ടപ്പെട്ടു, ഇപ്പൊ കുടുംബം നഷ്ടപ്പെട്ടു, ഏകാഗിയായി പതുക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. നാട്ടിൽ വന്ന് അയാൾ വീട്ടിലേക്ക് പോകുന്നില്ല, പകരം താൻ തെറ്റ് ചെയ്ത ഗുരുനാഥനെ കണ്ട് അരങ്ങിലേക്ക് മടങ്ങാനായി തിരിച്ച് എത്തുന്നു. അവസാനം ആശാനെ കണ്ടെത്തിയത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ ക്ഷേത്രത്തിന്റെ അരങ്ങിലാണ്. അവിടെ അണിയറയിൽ ചുട്ടികുത്താനായി കിടക്കുന്ന ആശാനെ അയാൾ കണ്ടെത്തി. ചുട്ടികുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഥകളിൽ മേക്കപ്പ് ഇടുന്നതിനെയാണ് ചുട്ടികുത്തുക എന്നുള്ളത്. മലർന്ന് കിടക്കും ആർട്ടിസ്റ്റ്. അപ്പോൾ മേക്കപ്പ് മാനിൽ ചുട്ടി കുത്തിക്കൊള്ളു, മേക്കപ്പ് ഇട്ട് കൊടുത്തു. യഥാർത്ഥത്തിൽ ചുട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ 2 സൈഡും വെക്കുന്ന സാധനത്തെ ആ ചുട്ടി എന്ന് പറയുന്നത്. പണ്ട് അരിമാവ് കൊണ്ടാണ് അത് വെച്ചിരുന്നത്. ഇപ്പൊ അരിമാവ് കൊണ്ടല്ല, കടലാസ് കൊണ്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ചുട്ടി കുത്താൻ കിടക്കുന്ന ആശാനടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ നിന്നോട് അച്ഛാന്നാ വിളിക്കുന്നത്, കുട്ടിക്കാലം പോലെ വളർത്തിയതാ, ഞാൻ നിന്നോട്ടെ എന്ന് ചോദിച്ചു കൂടെ. ആശാനൊന്നും പറഞ്ഞില്ല. ഇപ്പം കഴിഞ്ഞ 2 മാസം കൊണ്ട് 1 മാസം കൊണ്ട് എൻ്റെ മനസ്സ് ശരി ശുദ്ധമായി. മറ്റവൾ ഉപേക്ഷിച്ചു പോയല്ലോ. ഈ കാർമന്റെ ഭ്രമം അവസാനിച്ചു.
എൻ്റെ തെറ്റുകൾ മനസ്സിലായി, എനിക്കിപ്പം മനോധർമ്മം തോന്നും, ആട്ടവും ശരിയായി എന്ന് പറഞ്ഞ അയാള് കലാശം ചവിട്ടാൻ പറഞ്ഞു. അഷ്ടകലാശം എടുക്കുന്നു. കഥകളി അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ കഥകളിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രംഗം വിശദമായി അഭിനയിക്കുമ്പോഴാണ് ആ കലാശം എടുക്കുക എന്ന് പറയുന്നത്. കലാശം എന്നാണ് പറയുന്നത്, ചുവട് വെച്ചുള്ള ആ കളിക്ക്. അതിൽ 8 കലാശങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിന് അഷ്ടകലാശം എന്ന് പറയും. അത് പ്രധാന വേഷങ്ങൾ മാത്രമേ ചെയ്യൂ. കഥകളിയിൽ 2 ചിട്ടയുണ്ട്, തെക്കൻ ചിട്ടയും വടക്കൻ ചിട്ടയും. വടക്കൻ ചിട്ട പ്രകാരം കഥകളിയിൽ നിവാദ കവച കാലകേയവധം, കാലകേയവധം എന്നാ പറയുക. കാലകേയവധം എന്ന് പറഞ്ഞ കഥയിലെ മാത്രമേ പൊതുവെ അഷ്ടകലാശം എടുക്കാറുള്ളൂ. എല്ലാ കളിയിലും എടുക്കാറില്ല. അഷ്ടകലാശം എടുക്കുന്നു, 6 തവണ 6 കലാശം എടുക്കണം. അങ്ങനെ 6ാമത്തെ കലാശം എടുത്ത് അസാധാരണമായി ഇതുവരെയും അയാൾ ജീവിതത്തിൽ കാണിക്കാത്ത അഭിനയ മികവ് മുഴുവൻ അയാൾ അവിടെ കാണിക്കും. ആ കാണിച്ച് 6ാമത്തെ കലാശം എത്തിയപ്പോൾ ആശാൻ പറഞ്ഞു, മേക്കപ്പ് മാനോട് പറഞ്ഞു, ആശാൻ ഇങ്ങനെ കണ്ണുകൾ അടച്ചിട്ട് ഈ നഖം, വെള്ളി നഖമാണ് വിരലുകളിൽ വെക്കുന്നതെന്ന് അറിയാമല്ലോ, ആ വെള്ളി നഖം വെച്ച് തൻ്റെ വിരലിലേക്ക് കൺപോളയിലേക്ക് നോക്കിയിട്ട് മേക്കപ്പ് മാനോട് പറഞ്ഞു, നോക്കി നിൽക്കാതെ ചായം തേക്കട, പുറപ്പാട് തുടങ്ങാറായി, കളി തുടങ്ങാറ്. ആ സന്ദർഭത്തിൽ കഥ അവസാനിക്കും. ഈ കഥ വായിച്ച നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആശാൻ രാഘവൻ കുറ്റമേറ്റു പറഞ്ഞ് തൻ്റെ അഭിനയ മികവ് പുറത്തെടുത്തു. ആശാൻ അയാളെ സ്വീകരിച്ചോ ഇല്ലയോ? നിങ്ങളിൽ ആർക്കെങ്കിലും ഉത്തരം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ആർക്ക് വേണോ ഉത്തരം പറയാം. പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ് ആശാൻ അദ്ദേഹത്തെ, രാഘവനെ അരങ്ങിലേക്ക് സ്വീകരിച്ചുവോ ഇല്ലയോ? ഓൺലൈനിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാർക്ക് ഉത്തരം പറയാവുന്നതാണ്. ആരെങ്കിലും മ്യൂട്ടായിരുന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. പറയുന്നുണ്ടോ ആരെങ്കിലും? ആർക്കും തോന്നുന്നില്ല? നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എൻ്റെ മുന്നിലിരിക്കുന്നവർക്ക്. ജ്യോതിഷ കഥ വായിച്ചല്ലേ? ജ്യോതിഷിന്റെ അഭിപ്രായം എന്താ? സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? സ്വീകരിച്ചോ ഇല്ലയോ? നമുക്ക് സ്വീകരിച്ചു എന്നും പറയാൻ പറ്റില്ല, സ്വീകരിച്ചില്ല എന്നും പറയാൻ പറ്റില്ല. അങ്ങേയറ്റത്തെ ആംബിഗ്യൂറ്റിയിലാണ്, സന്ദിഗ്ധതയിലാണ്, അല്ലെങ്കിൽ ഉഭയത്വത്തിലാണ് ആ കഥ അവസാനിക്കുന്നത്. എന്തിനാണ് മാധവൻ ഈ കഥ അങ്ങനെ അവസാനിപ്പിച്ചത്? മാധവന് വേണമെങ്കിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ വായനക്കാർക്ക് കുറച്ചുകൂടെ സന്തോഷമാവും, ഇല്ലേ? ഈ പാവൻ ഇത്രയും വൃത്തികേടൊക്കെ കാണിച്ചുവെങ്കിൽ ആശാന്റെ ഉപക്ഷമ പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ചതോടുകൂടി അയാളുടെ പാപഭാരമെല്ലാം തീർന്ന് ആശാനത്തെ മഹാമനസ് കൊണ്ട് സ്വീകരിച്ചു. കഥ ശുഭാന്തമായി പരിഗണിച്ചു, തീർന്നു, സമാപിച്ചു എന്ന് പറയാം. മാധവൻ ഇത് സ്വീകരിച്ചെന്നും പറയുന്നില്ല, സ്വീകരിച്ചില്ല എന്നും പറയും. എന്തിനാണ് ഈ ആംബിഗ്യൂറ്റി മനഃപൂർവ്വം വിടുന്നത്? അത് നമ്മൾ സൂക്ഷ്മമായി കഥ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഈ ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് ഈ കഥയിലുടനീളമുള്ള ആംബിഗ്യൂറ്റിയാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങളിലുണ്ട്, അവരുടെ മനോഘടനയിലുണ്ട്, അവരുടെ വ്യക്തിത്വത്തിൽ, അവരുടെ ഐഡന്റിറ്റിയിൽ എല്ലാം ഈ ആംബിഗ്യൂറ്റി കിടക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും വിദഗ്ധനായ കഥാകൃത്ത് കഥയുടെ നറേറ്റീവിലേക്ക്, കഥയുടെ കഥ പറച്ചൽ രീതി ഉണ്ടല്ലോ, ആഖ്യാനത്തിൽ കൂട്ടിക്കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകണം. ചില ആളുകൾക്ക് വേണമെങ്കിൽ ഇത് വളരെ സാധാരണ, ഇത് പല ലെയറിൽ വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട കഥയാണ്. സാധാരണഗതിയിൽ ശരാശരി ഒരു ക്ലാസ്സിലാണെങ്കിൽ പറയും, ഇത് മര്യാദയില്ലാത്ത, ആശാൻ പറഞ്ഞത് കേൾക്കാത്ത ഒരു കലാകാരൻ, ആ കലാകാരൻ വഴിതെറ്റിപ്പോയി, അങ്ങനെ അവൻ പാപങ്ങളിൽ ചെന്ന് വീണു, ഒരു സ്ത്രീയെ ആവശ്യമില്ലാത്ത ബന്ധമുണ്ടായി, സ്വന്തം കുടുംബം ഉണ്ടായിട്ടാണ് ഇയാൾ വൃത്തികേട്ടിന് പോയത്. അങ്ങനെയുള്ള മഹാഭാവിക്ക് അവസാനം മാനസാന്തരം വരുന്ന കഥയാണ് ഇത് എന്ന് വേണമെങ്കിലും പറയാം. അത്തരം ഒരു മാനസാന്തരമാണോ ഇത്? പിന്നെ രണ്ടാമത്, നമ്മുടെ കഥകളിയുടെ പ്രത്യേകതകളെല്ലാം ആവിഷ്കരിക്കുന്ന കഥകളിയെക്കുറിച്ചുള്ള ഒരു കഥയാണ്. കാരണം കഥകളിയുടെ ബിംബങ്ങളാണ്, ഇമേജസ് ആണ് ഇതിനകത്ത് മുഴുവൻ. ഇതിനപ്പുറം ഈ കഥ വായിക്കേണ്ടത് ശരിക്കും പല തലങ്ങളിൽ ഈ കഥ വായിക്കും. ഒന്നാമത്, 19ാം നൂറ്റാണ്ട് ഈ കാർമൻ എന്ന് പറഞ്ഞ പേര് മാധവന് യാദൃച്ഛികമായി കിട്ടിയതല്ല. അത് 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് എഴുത്തുകാരനുണ്ട്, പ്രോസ്പെർ മെറിമേ. പ്രോസ്പെർ മെറിമേ 1845 1845 ഒരു ചെറിയ നോവലിൽ എഴുതിയിരുന്നു, കാർമൻ എന്ന പേര്. കാർമൻ ആണ് ആ നോവലിയുടെ പേര്. അതിലെ കഥാനായിക ഒരു ജിപ്സി പെൺകുട്ടിയാണ്. കാർമൻ, ആ ജിപ്സിയും ഒരു സ്പാനിഷ് വെള്ളക്കാരൻ എന്നുള്ള, ജിപ്സി വെള്ളക്കാരി അല്ലല്ലോ, ജിപ്സികൾ ആരുമല്ല, അവരുടെ ഐഡന്റിറ്റി വ്യത്യസ്തമാണ്. ആ ജിപ്സിയും ഹോസെ നവാറോ എന്നു പേരുള്ള ഒരു കൊള്ളക്കാരനും തമ്മിലുള്ള പ്രേമബന്ധത്തിന്റെ കഥയാണ്. അത്
കൊലപാതകവും വഞ്ചനയും ചതിയും പ്രേമവും എല്ലാം നിറഞ്ഞ ഒരു അസാധാരണ കഥയാണ്. ഈ കൊച്ചു നോവല യൂറോപ്യൻ സാഹിത്യത്തിൽ വലിയൊരു ചലനം ഉണ്ടാക്കി. 19ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഷോർഷെ ബിസറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറ സംവിധായകൻ കാർമെൻ എന്ന് പറഞ്ഞൊരു ഓപ്പറ എടുത്തു. അന്ന് തൊട്ട് ഇന്നോളവും യൂറോപ്പിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഓപ്പറയാണ് ബിസറ്റിന്റെ ഓപ്പറ. ബിസറ്റിന്റെ ഓപ്പറയെയും പ്രോസ്പെർ മെറിമയുടെ കാർമനെയും ചേർത്ത് കുറഞ്ഞത് 15 തവണ അത് സിനിമയായിട്ടുണ്ട് കാർമൻ. ഏറ്റവും അവസാനം 2015 ഒരു ടെലിവിഷൻ സീരീസ് വന്നു. അതായത് 1845 എഴുതിയ ഒരു കൊച്ചു നോവല്ല 2015 ഒരു ടെലിവിഷൻ സീരീസ് ആയി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് മനസ്സിലായ. അത് സിനിമ എടുത്തവർ കാർലോസ് സോറ, അതിപ്രസിദ്ധനായ സ്പാനിഷ് നമ്മുടെ സത്യദ്രായ് എന്ന് പറയുന്ന പോലെ ഒരു സംവിധായകനാണ് കാർലോസ് സോറ. 10 കൊല്ലം മുമ്പ് കാർലോസ് സോറ, 10-12 കൊല്ലം മുമ്പ് തിരുവനന്തപുരം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ചീഫ് ഗസ്റ്റ് കാർലോസ് സോറ ആയിരുന്നു. നമ്മുടെ സമഗ്ര സംഭാവനകൾ ആദ്യ പുരസ്കാരം കൊടുത്തത് തന്നെ കാർലോസ് സോറയ്ക്കാണ്. സോറയുടെ കാർമെൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ആ സിനിമ ഇവിടെ കളിച്ചിരുന്നു. പിന്നെ ജാങ് ലൂക്ക് ഗോദാർ എന്ന് പറഞ്ഞൊരു സംവിധാനം, ഗോദാർഡ് എന്ന് നമ്മൾ പറയും. ഒരു പക്ഷേ 20th സെഞ്ചുറി ഫിൽം മേക്കേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 or 10 ഡയറക്ടർമാരിൽ ഒരാളാണ് ഫ്രഞ്ച് സംവിധായകനായ ജാങ് ലൂക്ക് ഗോദാർ. ഗോദാർഡ് എന്ന് എഴുതിയിട്ട് എന്തോ വായിക്കും, ഗോദാർ. അത്ര വലിയ സംവിധായകനാണ്. ഗോദാർ എടുത്തിട്ടുണ്ട് ഈ സിനിമ. അപ്പൊ ഈ കൃതിക്ക് എന്തോ ഒരു വലിയ പ്രാധാന്യം. ഒരർത്ഥത്തിൽ മാധവന്റെ കാർമെൻ പ്രോസ്പെർ മെറിമയുടെ കാർമെൻ എന്ന് പറഞ്ഞ നോവലയുടെ റിവേഴ്സലാണ്. അതിൻ്റെ റീറീഡിങ്ങോ അതിന് തിരിച്ചിടലോ ആണ്. ആ കഥ, മെറിമയുടെ കഥ വായിക്കാതെ ഒരിക്കലും നമുക്ക് മാധവന്റെ കാർമെന്റെ അർത്ഥങ്ങൾ മനസ്സിലാവില്ല. കാരണം അതിൻ്റെ റെഫറൻസസ് മുഴുവൻ ഇതിനകത്ത് കിടക്കുകയാണ്. ആ നോവലിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഈ കഥയുടെ ഈ അർത്ഥം ഒന്നും നമുക്ക് മനസ്സിലാകാതെ പോകും. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കഥയിൽ വളരെ ഹിഡനായി കിടക്കുന്ന സൂചകങ്ങൾ, അതിന്റെ മെറ്റഫറുകൾ, ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഒരു കഥയുടെ സാരാംശം നമുക്ക് ശരിക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ, സാധാരണ കഥകളിക്കാരന്റെ കഥയായി ഇത് മാറും. ഇത് കഥകളിയെ കുറിച്ചുള്ള കഥയാണ്. ഇതിൽ കഥകളിയുടെ ബിംബമുണ്ട്. NS മാധവന്റെ പ്രസിദ്ധമായ കഥയാണ്. 1990 എഴുതിയതാണ്. 93 ഈ സമാഹാരം വന്നത്. ഒരു കഥകളിക്കാരനുണ്ടായ പശ്ചാത്താപത്തിന്റെ കഥയാണ്. കാർമെൻ എന്ന് പറഞ്ഞ ഒരു വഷളത്തിയാണ്. ഒരു പുരുഷന്റെ കൂടെ നിൽക്കില്ല, വേറെ പുരുഷന്റെ ചഴിവ്, മര്യാദ കെട്ടവൾ എന്നൊക്കെയുള്ള നമ്മൾ സാമാന്യ യുക്തികൾ നമ്മൾ എഴുതി വെക്കും. സാമാന്യ യുക്തികൾ എഴുതാനുള്ള സ്ഥലമല്ല കഥ. സാമാന്യത്തിന് അപ്പുറമുള്ള വിശേഷമാണ് കല, അല്ലേ? അത് ഒരേ സമയം പർട്ടിക്കുലറുമാണ്, യൂണിവേഴ്സലുമാണ്. അത് ചില യൂണിവേഴ്സൽ ട്രൂത്ത്സ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും, അല്ലേ? കഥയും സാഹിത്യത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാനുള്ള ടൂൾസ് നമുക്ക് തരുന്നു എന്നുള്ളതാണ് സാഹിത്യത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ബൈബിളും രാമായണവും ഖസാക്കിന്റെ ഇതിഹാസവും വാർ ആൻഡ് പീസും ഷേക്സ്പിയറുടെ നാടകങ്ങളും എല്ലാം ലോകത്തെ ഏറ്റവും മഹത്തായ കലാവസ്തുക്കളായി മാറിയതും നമ്മൾ അവയ്ക്ക് പവിത്ര സ്ഥാനം കൊടുക്കുന്നു, അല്ലേ? നമ്മുടെ നഗരങ്ങളിലൊക്കെ നമ്മൾ പ്രതിമ ഉണ്ടാക്കി വെക്കാറില്ലേ? ആളുകളുടെ കൂടുതൽ പ്രതിമ ആരുടെ ഉണ്ടാക്കുന്നത്? എഴുത്തുകാരുടെ അല്ലേ? എന്തുകൊണ്ടാണ്? ഡോക്ടർമാരുടെ എഞ്ചിനീയർമാരും ഒക്കെ മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നവർ, വ്യവസായികൾ, അവരുടെ ഒന്നും പ്രതിമ ഉണ്ടാക്കില്ല. നമ്മൾ ആരുടെ പ്രതിമ ഉണ്ടാക്കും? ഒന്നുകിൽ നമ്മുടെ സ്റ്റേറ്റ്സ്മാൻമാരുടെ, രാഷ്ട്രതന്ത്രജ്ഞരുടെ പ്രതിമയുണ്ട്. ഗാന്ധി ഉണ്ടാക്കും, EMS-നെ ഉണ്ടാക്കും, കരുണാകരനെ ഉണ്ടാക്കും, അല്ലേ? AK ഗോപാലിനെ ഉണ്ടാക്കും. പിന്നെ കുമാരനാശാരിയും ഉള്ളൂരിനെയും വള്ളത്തോളിനെയും ഒക്കെ പ്രതിമ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. അപ്പൊ എഴുത്തുകാർ എന്തുകൊണ്ടാണ്? അവർ കെട്ടുകഥകളായിരിക്കാൻ വേണ്ടി, സങ്കല്പകഥകൾ. പക്ഷേ നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ അവ നമുക്ക് ചില ഉപകരണങ്ങൾ തരും. അതുകൊണ്ടാണ് നമ്മൾ യാഥാർത്ഥ്യത്തെക്കാൾ വലുത് ഏതാണെന്ന് പറയുന്നത്, സങ്കല്പഭാവനയാണെന്ന് നമ്മൾ പറയും. അപ്പൊ ഈ മാധവന്റെ ഈ കഥയെ, കാർമെനെ നമ്മൾ വായിക്കണമെങ്കിൽ അതിന്റെ പശ്ചാത്തലം, ഇത് ഇംഗ്ലീഷിൽ ക്രിട്ടിക്കുകൾ പറയുക ഹൈപ്പോടെക്സ്റ്റ് എന്നാണ്. ഏത് വായിക്കുന്ന കൃതിക്കും പിന്നിൽ ചിലപ്പോൾ മറ്റൊരു കൃതി ഉണ്ടാകും. അത് അതിന്റെ അനുകരണമല്ല, മോഷണമല്ല, സാഹിത്യ ചോരണമാണ്, പ്ലേജറിസം ആണെന്നൊന്നും പറഞ്ഞു കളയരുത്. മാധവൻ ആ കഥയെ പ്ലേജറൈസ് ചെയ്തിട്ടേ ഇല്ല. മറിച്ച് ആ കഥ ഒരു കൾച്ചറൽ റിസോഴ്സാണ്. മണ്ണിൽ നിന്ന് ഒരു ചെടി വെള്ളം എടുക്കുന്നത് പോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടിയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളത്തെ ചെടി എന്താക്കി മാറ്റുന്നു? പൂവും കായും ആയി മാറ്റുന്നു, അല്ലേ? എന്നാൽ ചാണകപ്പൊടി അല്ലല്ലോ ഉണ്ടാകുന്നത്, സുഗന്ധമല്ലേ ഉണ്ടാകുന്നത്. ദുർഗന്ധമുള്ള വളമാണ് നമ്മൾ ഇടുന്നത്. പക്ഷെ ചെടിയിൽ നിന്നുണ്ടാകുന്നതോ സുഗന്ധവും. അതാണ് ലിറ്ററേച്ചർ ചെയ്യുന്നത്. അപ്പൊ കാർമെൻ എന്ന് പറഞ്ഞാൽ പ്രോസ്പെർ മെറിമയുടെ കഥയുടെ പശ്ചാത്തലം നമ്മൾ അറിയാം. രണ്ടാമത്, ഈ കഥ യഥാർത്ഥത്തിൽ ഈ കഥ മനുഷ്യന്റെ ശരീരത്തെ, ബോഡി ഐഡന്റിറ്റി, സ്വത്വത്തെയും കുറിച്ചുള്ള, ഈ സ്വത്വവും ശരീരവും നേരിടുന്ന ചില സംഘർഷങ്ങളുണ്ട്. ഒരുപാട് കൺഫ്രണ്ടേഷൻസ് ഉണ്ട് നമ്മുടെ ബോഡിക്ക്.
പണ്ടൊക്കെ ബോഡി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം കുറെ മസിൽസ് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറയാം. ഇന്ന് ആ സങ്കല്പം ഒക്കെ പോയി, ഇല്ലേ? നമ്മുടെ ഐഡന്റിറ്റി പണ്ട് ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, ഒരു ബൈനറിയിലാണ് നമ്മുടെ ഐഡന്റിറ്റി. ഇന്നോ മനുഷ്യന്റെ സെക്ഷൽ ഐഡന്റിറ്റി എവിടം വരെ എത്തി? നമ്മുടെ ഗവൺമെന്റ് നമ്മൾ മൂന്നാമതൊരു കോളം, മെയിൽ ഫീമെയിൽ കഴിഞ്ഞപ്പോൾ എന്തായി? ട്രാൻസ്ജെൻഡറിനൊരു കോളം വന്നു. അത് മാത്രമാണോ LGBT സിദ്ധാന്തം അനുസരിച്ച്? അല്ലെ, മെയിലുണ്ട്, ഫീമെയിലുണ്ട്, ലെസ്ബിയൻ ഉണ്ട്, ഗേ ഉണ്ട്, പിന്നെ അസെക്ഷൽ, ബൈസെക്ഷൽ, ഇങ്ങനെ കാറ്റഗറികൾ. അപ്പം ഹ്യൂമൻ സെക്ഷുവാലിറ്റി. അപ്പൊ നമ്മുടെ ബോഡി നമ്മൾ വിചാരിച്ചിരുന്ന പോലെ ഏകീകൃതമായ ബോഡി, ഒരു യൂണിഫൈഡ് ബോഡി ഇല്ല, അല്ലേ? അതായത് ബ്ലാക്കിന്റെ ബോഡിയും വൈറ്റിന്റെ ബോഡിയും വ്യത്യസ്തങ്ങളാണ്. ദളിതന്റെ ശരീരം വേറെയാണ്, ബ്രാഹ്മണന്റെ ശരീരം വേറെയാണ്, അവയുടെ അനുഭവങ്ങൾ വേറെയാണ്, അവയുടെ ബോർഡേഴ്സ് വേറെയാണ്, അവയുടെ അനുഭൂതികൾ പോലും വേറെ ആണ്. പണ്ടത്തെ യൂണിവേഴ്സൽ വാദത്തിന് വിപരീതമാണിത്. പണ്ടാണെങ്കിൽ നമ്മൾ പറയും എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഓടുന്നത് എന്ത് തന്നെയാണ്? ചോര തന്നെ ആണ്, ചോരയ്ക്ക് ഒരു നിറമേ ഉള്ളൂ എന്നൊക്കെ യൂണിവേഴ്സലൈസ് ചെയ്യും. പക്ഷേ നമ്മൾ എല്ലാവരും ചോരയായിട്ടും എല്ലാവരും തുല്യരാകുന്നില്ലല്ലോ എന്ന് പുതിയ ചിന്തകർ പറയുന്നു. കറുപ്പനെ വെളുത്ത അംഗീകരിക്കുന്നില്ലല്ലോ, കറുപ്പ് മോശമെന്ന് പറയുന്നില്ലേ? അപ്പൊ ഇത്തരം ശരീരത്തിന്റെ ഈ സംഘർഷം, പിന്നെ നമ്മുടെ ഐഡന്റിറ്റി, നമ്മളെല്ലാവരും വിചാരിക്കും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടെന്നാണല്ലേ. നമ്മുടെ ഐഡന്റിറ്റി എന്താ? നമ്മൾ ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്, നമ്മുടെ ലാംഗ്വേജ് ആണ് നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പ്രദേശമാണ്. അപ്പൊ സത്യത്തിൽ നിങ്ങൾ ഈ രാജ്യം വിട്ട് വേറെ ഒരു രാജ്യത്ത് പോയി കുടിയേറി 50 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി ഇന്ത്യൻ ഐഡന്റിറ്റി ആണോ? US കുടിയേറിയ ഇന്ത്യക്കാരായ അച്ഛനമ്മമാർക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ ഐഡന്റിറ്റി ഇന്ത്യൻ ഐഡന്റിറ്റി ആണോ, അമേരിക്കൻ ഐഡന്റിറ്റി ആണോ? അപ്പൊ ഐഡന്റിറ്റി സ്ഥിരമൊന്നും അല്ല എന്ന് മനസ്സിലായില്ലേ? ജനനം കൊണ്ട് കിട്ടുന്ന അല്ല അത്. ഐഡന്റിറ്റി ഒരു ഫ്ലക്സ് മാത്രമാണ്, ഒരു പ്രവാഹം. ഐഡന്റിറ്റിയുടെ ക്രൈസിസുകൾ. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞൊരു ബോർഡർ ലാൻഡാണ്. അങ്ങോട്ടും അറിയാം, കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. ഇതിങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ഉള്ള ആളാണ് ജിപ്സി. ഒരു ലോകത്ത് ഒരു രാജ്യത്തെയും പൗരരല്ല. KG ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞൊരു കവി എഴുതിയിട്ടുണ്ട്, കുയിലും മയിലും കുഞ്ഞിരാമൻ നായരും കൂടുവയ്ക്കാറില്ല, ജിപ്സികളും കൂടുവയ്ക്കാറില്ല, അല്ലെ? കുയിലും മയിലും കുഞ്ഞിരാമൻ നായരും ചെയ്ത് കുഞ്ഞിരാമൻ നായർ, കളിയച്ഛൻ എഴുതിയ P കുഞ്ഞിരാമൻ നായർ അലഞ്ഞു തിരിഞ്ഞ കവിയാണ്. അതുകൊണ്ടാണ് ശങ്കരപ്പിള്ള എഴുതി എന്ത് തോന്നുന്നു? കുയിലും മയിലും കുഞ്ഞിരാമൻ നായരും കൂടുവയ്ക്കാറില്ല, അവർ ജിപ്സികളെ പോലെ അരഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പൊ കാർമൻ എന്ന് പറഞ്ഞൊരു ജിപ്സി സ്ത്രീയാണ്. ഏത്? നമ്മുടെ മാധവന്റെ കഥയിലെ അല്ല, മെറിമയുടെ കഥയിലെ. അപ്പൊ ഈ ശരീരത്തിന്റെ സംഘർഷങ്ങളെ ആവിഷ്കരിക്കുന്നത് ഏതൊക്കെ തരത്തിൽ? ഒന്ന്, ഒരു പൗരസ്ത്യനായ മനുഷ്യൻ, ഓറിയന്റ്, അതാണ് രാഘവൻ. മറ്റവരോ ഒരു പാശ്ചാത്യയായ വനിത, കാർമൻ. പാശ്ചാത്യത്തിന് എന്നും പൗരസ്ത്യത്തോടൊരു ആകർഷണം ഉണ്ടായിരുന്നു. ഇത് പണ്ട് തുടങ്ങിയത് ഓറിയന്റലിസത്തിന്റെ കാലം മുതൽ. പണ്ട് നമ്മുടെ കൊളോണിയലിസത്തിന്റെ കാലത്ത് പൗരസ്ത്യ ലോകത്ത് എന്തോ നിഗൂഢതകളുടെ ഒരു കേന്ദ്രമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. നമുക്കാകട്ടെ തിരിച്ച് നമുക്കുണ്ട് ഈ ആകർഷണം, ഇല്ലേ? പാശ്ചാത്യ ലോകത്തെല്ലാം കൊള്ളാവുന്ന കാര്യങ്ങൾ ഇരിക്കുന്നു, നമുക്ക് എങ്ങനെയെങ്കിലും കുടിയേറാമോ, കാനഡയിൽ പോകാമോ എന്നൊരു മോഹം നമ്മുടെ എല്ലാ ഇടയിലില്ലേ? അപ്പൊ പാശ്ചാത്യത്തിന് പൗരസ്ത്യത്തോടുമുള്ള ഒരു അട്രാക്ഷൻ, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? അവേർഷനും. അതായത് ഒരേ സമയം ഒരു ആകർഷണവും ഉണ്ട്, വികർഷണവും ഉണ്ട്. നിങ്ങൾ രാഘവനെയും കാർമനെയും നോക്കൂ. കാർമന് രാഘവനിലങ്ങ് ആവേശമാണ്, ആ ആവേശം മൂത്താണ് അയാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ കാർമൻ ശരിക്ക് പൗരസ്ത്യ ശരീരത്തോടുള്ള ആകർഷണമാണ്, അല്ലേ? അപ്പം രാഘവൻ എന്ന് പറഞ്ഞ ഒരു കഥകളിക്കാരനോടുള്ള പ്രേമമൊന്നുമല്ല. അവർക്ക് സംസാരിക്കാൻ ഭാഷ പോലും ഇല്ല, അവർ ഇറ്റാലിയനാണ് സംസാരിക്കുന്നത്. ഇയാളോ മലയാളം. തേർഡ് ഫാറം വരെ ഇയാൾ പഠിച്ചിട്ടുള്ളൂ. തേർഡ് ഫാറം എന്ന് വെച്ചാൽ 6ാം ക്ലാസ് വരെ പഠിച്ചെന്ന് അർത്ഥം. 7ാം ക്ലാസ് വരെ. 7ാം ക്ലാസ് വിദ്യാഭ്യാസം ഒരു അക്ഷരം ഇംഗ്ലീഷ് പറയാറുണ്ടാ. അപ്പം അയാൾ ചെയ്യുന്നത് എന്താ? അവരോട് സംസാരിക്കാൻ കഥകളിയെ മുദ്ര കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അയാൾ ഈ പൗരസ്ത്യനോടുള്ള ഒരു ആകർഷണം, ഇയാൾക്കോ വെള്ളക്കാരിയോട്, പാശ്ചാത്യതയോടുള്ള ആകർഷണം. ഈ ആകർഷണം കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തു? അവേർഷനായി, വികർഷണമായി മാറും. അവൾ ആ അടുത്ത ശരീരം കണ്ടു. പൗരസ്ത്യ ശരീരത്തിന്റെ വേറൊരു ആവിഷ്കാരമാണ് ആരുടെ ശരീരം? ആ ഗുസ്തിക്കാരന്റെ ശരീരം. മുന്നാ ഷാഹി എന്ന് പറഞ്ഞ ഗുസ്തിക്കാരൻ. അപ്പോ രാഘവന്റേത് കലാശരീരമായിരുന്നു, അല്ലേ? ആ കലാശരീരത്തിലോടുള്ള ഒരു ഡിസയറാണ്, തൃഷ്ണ ആണ് അവരുടേത്. ഡിസയർ എന്ന് പറയുന്നത്, നമുക്കൊരു പേന കിട്ടണം എന്ന് പറയുന്നത് ഒരു ഡിസയറാണ്, സെക്ഷൽ ഡിസയറാണ് ഡിസയറിന്റെ ഏറ്റവും വലിയ രൂപം. ഒരു പക്ഷേ മനുഷ്യനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന മനസ്സിന്റെ ഏറ്റവും വലിയ ഘടകം തോന്നുന്നത് നമ്മുടെ ഡിസയറാണ്. അതുകൊണ്ട് മനഃശാസ്ത്രത്തിൽ ഏറ്റവും അധികം പഠനങ്ങൾ നടന്നിട്ടുള്ള മേഖലകളിലൊന്നാണ് തൃഷ്ണ അഥവാ ഡിസയർ. നമ്മുടെ ഡിസയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനോനിലയെ തെറ്റിക്കും. അപ്പൊ അയാളുടെ ഡിസയറാണ് ഈ ശരീരം. അപ്പൊ അത് കാർമന്റെ ഡിസയർ എന്ത് ചെയ്യുന്നു?
ആദ്യത്തെ തൃഷ്ണാകേന്ദ്രം നമ്മുടെ രാഘവന്റെ കലാശരീരമായിരുന്നു. ഇപ്പോഴോ മുന്നാഷാഹിയുടെ കായിക ശരീരം. അപ്പൊ ഈ സ്ത്രീയുടെ മനസ്സ് ആംബിഗസ് ആണ്, സന്ദിഗ്ധമാണ്, ഒരിടത്തേക്ക് നിൽക്കുന്നില്ല, മാറി മാറി പോകുന്നു. ഈ കഥയുടെ അവസാനത്തെ കുറിച്ച് ഞാൻ വളരെ ആംബിഗസ് ആണ്. ഈ ആംബിഗ്വിറ്റി ഇതിലെ മനുഷ്യർക്കുണ്ട്. രാഘവനുണ്ട്, കാർമനുണ്ട്, എല്ലാ കഥാപാത്രങ്ങൾക്കും ആംബിഗ്വിറ്റി ഉണ്ട്. അപ്പൊ അവരുടെ ഐഡന്റിറ്റിയുടെ ക്രൈസിസ് ആയിട്ട് ഈ കഥയെ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ ഇതൊരു കഥകളി കഥ മാത്രമല്ല. ഇനി ഇതൊന്നും അല്ല, അതൊരു കഥകളി കഥയായിട്ട് വായിച്ചൂടെ? വായിക്കാം. നമ്മളെ ഇന്ത്യൻ സങ്കല്പം അനുസരിച്ച് ഗുരു ശിഷ്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ വിദ്യ ഇരിക്കുന്നത്, കലയും വിദ്യയല്ല. ഈ സങ്കല്പമാണ് ഇപ്പോഴും കഥകളി കഥ. ആശാനാണ് ഏറ്റവും വലുത്. അപ്പം നമ്മൾ കുട്ടിക്കാലത്തെ നിങ്ങൾ കേട്ടില്ലേ ഗുരുശാപം, ഗുരുനിന്ദ, ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നായിട്ടാണ് എന്താ പറയുന്നത്? ഗുരുനിന്ദ. ഗുരുശാപം പാടില്ല. ഗുരുശാപം വേണ്ട. അതിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? കുരുത്തം. കുരുത്തക്കേട് കാണിക്കരുതെന്നാ പറയുന്നത്. കുരുത്തക്കേട് കാണിക്കുന്നു പറഞ്ഞാൽ എന്താ? കുസൃതി കാട്ടരുതെന്നല്ല, ഗുരുവിനെ നിന്ദിക്കുന്നു വെച്ചാൽ വൃത്തികേടൊന്നും കാണിക്കരുത്. ഗുരുത്വം അത് നമ്മളെ നരകത്തിൽ എറിയും എന്നാണ് ഗുരുവിന്റെ ശാപം. ഇവിടെ നരകത്തിൽ ഗുരുശാപമേറ്റ കലാകാരനാണ് ആര്? രാഘവൻ. ഭ്രഷ്ടനായ കലാകാരൻ. ഗുരുശാപം ഏറ്റു കഴിഞ്ഞാൽ അരങ്ങിൽ നിന്ന് പുറത്താകും. കഥകളിക്ക് അരങ്ങ് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഈ കഥയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ടെക്സ്റ്റ് കൂടി പ്രവേശിക്കും. ഞാൻ ഹൈപ്പർ ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞില്ലേ, ഒരു കൃതിയെ വായിക്കാൻ സഹായിക്കുന്നതും ആ കൃതിയെ സ്വാധീനിച്ചിരിക്കാവുന്നതുമായ മറ്റ് കൃതികളെയാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, പ്രോസ്പർ നെറുമയുടെ കാർമൻ എന്ന് പറഞ്ഞ ആ ഫ്രഞ്ച് നോവൽ. അടുത്ത് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന് പറഞ്ഞ കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? പിയുടെ കളിയച്ഛന്റെ പ്രമേയം എന്താ? ഗുരുവിനെ നിന്ദിച്ച് ഭ്രഷ്ടനായി സർവസ്തവും തകർന്ന് ജീവിതത്തിലെ ദുരിതങ്ങൾ മാത്രം അനുഭവിച്ച ഒരു കലാകാരൻ അവസാനം മാപ്പ് പറഞ്ഞ് സ്വന്തം ഗുരുവിന്റെ അടുത്തേക്ക് ഒരു കഥകളി കലാകാരന്റെ കഥയാണ്. സ്വന്തം ഗുരുവിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലും. ഗുരുശാപ ഘോര കാമില ബാധയേറ്റു എന്നാണ് കുഞ്ഞിരാമൻ നായർ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഗുരുശാപത്തിന്റെ കഥയായിട്ടും കാർമനെ നമുക്ക് വായിക്കും. ഇതൊന്നും അല്ലാതെ അതൊരു പിതാവിനെ, ഫാദർ സബേർഷൻ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളെ അച്ഛൻ നമ്മുടെ ലാളിച്ചു വളർന്നു. കുറച്ച് പ്രായം അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫാദറിനെ സബ്വർട്ട് ചെയ്യും. അച്ഛനോട് കലാപം പ്രഖ്യാപിക്കും. ചിലർ വലിയ കലാപമൊന്നും പ്രഖ്യാപിക്കുന്നില്ല. ചിലരാകട്ടെ അച്ഛനുമായി പിണങ്ങി പിരിയുകയും സ്ഥലം വിടുകയും ഭയങ്കര വഴക്കായിരിക്കും. 10-25 വയസ്സ് കഴിഞ്ഞാൽ ഈ ശീലം ആളുകളിൽ മാറും. പല വീടുകളിലും നിങ്ങൾ കണ്ടു കാണുമല്ലോ, അച്ഛനുമായിട്ട് മകനും കൂടെ അച്ഛൻ കൂടെ കുസ്തി പിടിക്കുന്നത്. അച്ഛൻ ഇവൻ അനുസരണം പഠിപ്പിക്കുന്നു, ഇവൻ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല, അവന്റെ വഴിക്ക് പോകുന്നു. ഒരു ഫാദർ സബർഷൻ, പിതൃധ്വംസനവാസന എല്ലാ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. നമ്മളെ കൾച്ചർ കൊണ്ട് അതിനെ അടയ്ക്കുന്നത്. കൾച്ചർ, വിദ്യാഭ്യാസം, ഗുരുക്കന്മാരുടെ ഉപദേശം, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ മോശത്തരമൊന്നും കാണിക്കാത്തത്. ആ ഉപദേശം ഭരിക്കാതാവുമ്പോൾ എന്ത് ചെയ്യും ആളുകൾ? കുസ്തി പിടിക്കാൻ തുടങ്ങി. ഈ ഫാദർ സബർഷനകത്തുണ്ട്. രാഘവനും അച്ഛനും തമ്മിലുള്ള ബന്ധം എന്താ? അല്ല, രാഘവനും ആശാനും തമ്മിലുള്ള ബന്ധം ഒരു പിതൃപുത്ര ബന്ധമല്ലേ? കുട്ടിക്കാലം പോലെ ആരാ വളർത്തിയത്? ഈ ആശാനാണ്. ആശാൻ വിളിക്കുന്നത്, ആശാൻ ഇയാളെന്താ വിളിക്കുന്നത്? കളിയച്ഛൻ എന്നല്ല, അച്ഛാന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തിലൊക്കെ അച്ഛൻ അച്ഛനെ അടിച്ചു വെച്ചിരിക്കുന്നത്. പള്ളിയിൽ അച്ഛൻ എഴുതുന്ന അച്ഛനില്ലേ, അത് തെറ്റാ കേട്ടോ. കളിയച്ഛൻ എന്നാ പറയുന്നത്. കളി അച്ഛനും അച്ഛൻ നമ്പൂതിരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ അച്ചടിച്ചിരിക്കുന്നത്. പുതിയ പതിപ്പുകളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഫസ്റ്റ് എഡിഷനൊക്കെ ആയിരിക്കുന്നത്. അതിൽ അച്ഛൻ എന്നുള്ള സ്ഥാനത്തൊക്കെ അച്ഛൻ എന്നടിച്ചിരിക്കുകയാണ്. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഒരിക്കലും കളിയച്ഛൻ അച്ഛൻ നമ്പൂതിരി എന്നല്ലാതെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ അച്ഛൻ അതേ എഴുതാവൂ. ഈ പുസ്തകത്തിലെ തെറ്റ് അതെവിടെ പകർത്തികളായിരുന്നു. മിക്കവാറും ചിലർ പുസ്തകം നോക്കി നോട്ട് എഴുതി കുഴപ്പത്തിൽ ചാടാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പിതൃബന്ധം. യഥാർത്ഥ രാഘവൻ അച്ഛനുണ്ടോ? അവിടെയാണ് ഈ കഥയുടെ മറ്റൊരു ലയം. രാഘവൻ അച്ഛനില്ല. കാരണം രാഘവൻ സംബന്ധത്തിൽ പിറന്ന കുട്ടിയാണ്. എന്താ സംബന്ധം? കേരളത്തിലെ പഴയ നായന്മാരുടെ വിവാഹ സമ്പ്രദായത്തിന്റെ പേരാണ് സംബന്ധം. മരുമക്കത്തായ കാലത്ത്, അതായത് നായർ, ഇപ്പൊ നമ്മുടെ പൊതുരീതി എന്താ? സ്വജാതി വിവാഹം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജാതി എന്നുള്ള വിവാഹം. പണ്ട് അങ്ങനെയല്ല. സ്വജാതി വിവാഹം മാത്രമല്ല, നായന്മാർക്ക് കൂടുതൽ കേമന്മാർക്ക് സ്വത്തുള്ളവരെ നമ്പൂതിരിയുമായിട്ടുള്ള ബന്ധമാണ്. അതിന് സംബന്ധം. അത് വിവാഹമേ അല്ല, സംബന്ധം. നമ്പൂതിരി നായർ സ്ത്രീയെ കല്യാണം കഴിച്ചാൽ രാത്രി അവരുടെ വീട്ടിൽ താമസിക്കുകയുള്ളൂ. വെളുപ്പിന് എഴുന്നേറ്റ് സ്വന്തം വീട്ടിൽ പോകും. അപ്പൊ നായർ സ്ത്രീയിൽ ഉണ്ടാകുന്ന മക്കളെ നമ്പൂരി തൊടില്ല. കാര്യം എന്താ? തീണ്ടല് തൊടില്ല, അൺടച്ചബിലിറ്റി ഉള്ള കാലമല്ലേ. അങ്ങനെ ഒരു വലിയ തലമുറ കേരളത്തിൽ വളർന്നു. നമ്മുടെ പ്രസിദ്ധരായ പല ആളുകളും നമ്പൂതിരി സംബന്ധത്തിലുണ്ടായവരാണ്. അച്ഛാന്ന് വിളിക്കാൻ പറ്റില്ല.
എന്തൊരു ക്രൈസിസ് ആണത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ അച്ഛ എന്ന്, അല്ലെങ്കിൽ ഡാഡി എന്ന്, അല്ലെങ്കിൽ പപ്പ എന്ന് വിളിക്കാൻ പറ്റാൻ ഒരു സോഷ്യൽ ടാബുകൾ നിലവിലുണ്ട്. നിങ്ങൾക്കൊരു സൊസൈറ്റി ജീവിച്ച കുട്ടികളുടെ മാനസിക നില എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ അച്ഛനാണെന്ന് ദൂരെ കാണിക്കാനേ പറ്റൂ. എന്താ ചോദിച്ചേ? ആ ടെൻഷൻ ആലോചിച്ചു. അത് ആളുകളിൽ ഉണ്ടാക്കുന്ന മനോവേദന എത്ര. അങ്ങനെ അച്ഛനില്ലാത്ത കുട്ടിയാണ് അച്ഛൻ നമ്പൂരിയാണ്, എല്ലാം ഉണ്ട് പ്രമാണികൾ, പക്ഷെ ചൊട്ട് കാണിക്കാൻ ഒരു അച്ഛൻ. ഇനി കാർമനെ നിങ്ങൾ നോക്കൂ. കാർമനും ആരില്ല, അച്ഛനില്ല. കാർമന്റെ അച്ഛനെ കുറിച്ച് കഥയിൽ ഒരു പരാമർശവുമില്ല. അമ്മൂമ്മ മാത്രമല്ല, കാർമന്റെ അമ്മ ആരാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും കാർമൻ ഇറ്റാലിയൻ ആണെന്ന് പോലുമില്ല. അവർ വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ടവരാണ്, തൊഴിലാളി വർഗം. ഈ കഥയിൽ ഒരിടത്ത് ഞാൻ ഇയാളുടെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇയാൾ ചേരില്ല, കാരണം ഈ അവരുടെ നാട്ടിലെ ജന്മിമാരാണ് ഈ കഥകളിക്കാരെയൊക്കെ പുറത്തുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോഴ് അവൾ അമ്മൂമ്മയെ കളിപ്പിച്ചുകൊണ്ട് പറയും, എന്നും ലുണിത്ത വായിക്കുന്ന അമ്മൂമ്മയാണോ ഇത് പറയുന്നത്? ലാ യൂണിത്ത എന്ന് പറയുന്നത് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ്. ഇവിടുത്തെ ദേശാഭിമാനി പോലത്തെ ഒരു പത്രം. അത് പൂട്ടിപ്പോയി 2017. ഈ കഥ എഴുതുന്ന കാലത്തുണ്ട്. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറിയപ്പോഴും അവരുടെ പത്രമായിരുന്നു. എൽ എഴുതിയിട്ട് അപ്പോസ്ട്രോഫി എഴുതിയിട്ട് ലൂണിറ്റ എന്നെഴുതും, അല്ല യൂണിറ്റ എന്നെഴുതും. അപ്പൊ അത് ചേർത്ത് വായിക്കുമ്പോൾ ലൂണിത്ത എന്നാണ് വായിക്കുന്നത്. ലേ യൂണിറ്റ അല്ല, ദ യൂണിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ, ഐക്യം എന്ന് മലയാളത്തിൽ. പക്ഷെ ഇറ്റാലിയനിൽ വായിക്കുക ലൂണിത്ത, എൽ അപ്പോസ്ട്രോഫി യൂണിറ്റ എന്ന് എഴുതുന്നത്. എന്നും ലൂണിത്ത വായിക്കുന്ന അമ്മൂമ്മയാണോ ഇങ്ങനെ പറയുന്നത്? അമ്മൂമ്മ സോഷ്യലിസ്റ്റ് അല്ലേ, കമ്മ്യൂണിസ്റ്റ് അല്ലേ? എന്നിട്ടാണ് ജന്മിമാര് ഞങ്ങളൊക്കെ ചേരൂല എന്നൊക്കെ പറയുന്നത്. നമ്മൾ സാർവദേശീയ സൗഹൃദം വേണ്ടേ എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ തമ്മിലുള്ള വൈരുദ്ധ്യമായി തന്നെ നിലനിൽക്കുന്നു, അല്ലേ? അങ്ങേറ്റ ആംബിഗസ് ആയൊരു ബന്ധമാണ്. അവരുടെ ഐഡന്റിറ്റികൾ തമ്മിൽ ചേരില്ല, അവരുടെ കൾച്ചറുകൾ തമ്മിൽ ചേരില്ല. പക്ഷെ രണ്ടുപേർക്കും അതറിനോടുള്ള, അപരത്തോടുള്ള ഒരു വന്യമായ അഭിലാഷവും ആഗ്രഹവുമേ ഉള്ളൂ, അല്ലേ? ഇതാണ് ഈ കഥയിലുടനീളം പ്രതിഫലിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കഥയ്ക്ക് എത്ര ലെയറുകളാണ് കണ്ടത്? ഇനി ഈ കഥ ആവിഷ്കരിക്കുന്ന രീതിയിൽ നോക്കാം. ഈ കഥയുടെ ലെയറുകൾ കണ്ടോ? ഇതൊരു സാധാരണ കഥകളി കഥയാണോ? അല്ലേ? പിതൃത്വത്തിന്റെ പ്രശ്നം, ഈവൻ അച്ഛനും കളിയച്ഛനും രാഘവനും തമ്മിലുള്ള ബന്ധത്തിൽ ഹോമോസെക്ഷുവാലിറ്റിയുടെ അംശങ്ങൾ പോലും ഈ കഥയിൽ കാണാം. അതിസൂക്ഷ്മമായ വായനയിൽ, ക്രിട്ടിക്കൽ റീഡിങ്ങിൽ, സൂക്ഷ്മ വായന, ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷ്, അതിൽ ഹോമോസെക്ഷൽ റിലേഷൻ പ്രതിഫലിക്കുന്നു. ആശാന്റെ പക, ആശാന്റെ സെക്ഷൽ ഒബ്ജക്റ്റാണ്, ആശാന്റെ ഡിസയറിന്റെ ഉൽപ്പന്നമാണ് ആ രാഘവൻ. ആ രാഘവൻ തന്നിൽ നിന്ന് തെന്നിത്തെറിച്ചു പോകുമ്പോൾ ആശാനുണ്ടാകുന്ന ദേഷ്യം വളരെ വലുതാണ്. മനസ്സിലാകുന്നില്ല? ഈ കഥയിലുടനീളം പ്രവർത്തിക്കുന്ന ഡിസയറിന്റെ അംശം, തൃഷ്ണയുടെ അംശം, വാർമന്റെ തൃഷ്ണ, ആശാന്റെ തൃഷ്ണ, രാഘവന്റെ തൃഷ്ണ, മിന്നാഷാഹിയുടെ തൃഷ്ണ, ഇങ്ങനെ തൃഷ്ണയുടെ, മനുഷ്യന്റെ അടക്കിപ്പിടിച്ച ലൈംഗിക വാസനകളുടെ ഒരു ലോകം. പിന്നെ അപരത്തോട്, അതായത് അതറിനോടുള്ള അഭിനിവേശത്തിന്റെ ലോകം, കൾച്ചറിന്റെ ഡിഫറൻസസ്, ഇതെല്ലാം ചേർന്ന് അതിസങ്കീർണമായ ഒരു ആഖ്യാന ഘടനയിലാണ് ഈ കഥ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇന്ത്യൻ ജാതി വ്യവസ്ഥ, നമ്മുടെ ഗുസ്തിയുടെ കൾച്ചർ, വലിയ പ്രധാനപ്പെട്ട ജോസഫ് ആൾട്ടർ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരനുണ്ട്. ജോസഫ് ആൾട്ടർ ഇന്ത്യൻ ഗുസ്തിയെ കൊണ്ട് വലിയ കൾച്ചറൽ ഹിസ്റ്ററി എഴുതിയിട്ടുള്ള ആളാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്നു എത്രയോ വർഷം യു പിയിൽ ജീവിച്ച ആളാണ് അയാൾ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗുസ്തിയുടെ കൾച്ചറൽ ഹിസ്റ്ററി അയാൾ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ ഇത്രയും ലെയറുകൾ ആവിഷ്കരിക്കാൻ മാധവൻ കണ്ടെത്തിയ ആവിഷ്കാര രീതിയാണ് ഇനി ശ്രദ്ധിക്കുന്നത്. ഈ കഥ പറയുന്ന രീതി ശ്രദ്ധിച്ചോ? ഈ കഥയിൽ മുഴുവൻ ആൾക്ക് മനസ്സിലാവുന്നത് കഥകളിയിലെ ടേംസ് ഉപയോഗിക്കുന്നു, അല്ലേ? അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സന്ദർഭം, അതിനെക്കുറിച്ച് മാധവൻ പറയുന്നത് എന്താ? പതിഞ്ഞ ചെമ്പടയിലാണ് രതി തുടങ്ങിയത്. എന്താണ് ഈ ചെമ്പട? റെഡ് ആർമിയാണോ ചെമ്പട? ചെമ്പട എന്ന് പറയുന്നത് കഥകളിയിലെ ചെണ്ട വായിക്കുന്ന താളങ്ങളിൽ ഒന്നാണ് ചെമ്പട താളം. പാട്ടുകളിലൊക്കെ നിങ്ങൾ കേൾക്കണം ചെമ്പട എന്ന് പറഞ്ഞാൽ. ആ ചെമ്പട എന്ന് പറഞ്ഞ താളം പതികാലത്തിൽ, ചെമ്പട പതികാലത്തിലല്ല കൊട്ടുന്നത്, ഉയർന്ന സ്ഥായിലാണ് കൊട്ടുന്നത്. അത് പതിഞ്ഞ സ്ഥായിൽ തുടങ്ങുന്നു എന്നാണ്. പിന്നെ ഈ കളിയുടെ വിവരണങ്ങൾ ഇങ്ങനെ നീങ്ങും. ഒരുപാട് സന്ദർഭങ്ങളിൽ അവസാനം മുന്നാഷാഹിയോട് ഇവൾക്ക് പ്രേമമാണ് എന്ന് കണ്ട് മുന്നാഷാഹി ഗുസ്തി പിടിക്കുന്നത് കണ്ട് ഇവിടെ കൈയടിക്കുമ്പോൾ രാഘവന് കൊല്ലാനുള്ള വാസന ഇങ്ങനെ വരും. ഇയാൾ ചാടി അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൊല്ലാൻ ശ്രമിക്കും. നിന്റെ ഹന്താവാണടി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇവിടെ ആക്രമിക്കും.
സത്യത്തിൽ ഇത് പ്രോസ്പെർ മെറിയുടെ കാർമെനിലുള്ള രംഗത്തിന്റെ ആവർത്തനമാണ്. അത് അനുകരണമല്ല, അതിനെ റിവൈസ് ചെയ്യുകയാണ്. ഈ കഥയുടെ മറ്റൊരു ലെയർ കണ്ടല്ലോ, ആ ബലാത്സംഗ രംഗം അല്ലെങ്കിൽ അവളെ ബലപ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രംഗം മാധവൻ വിവരിക്കുന്നത് പൂതനാമോക്ഷം എന്ന് പറയുന്ന കഥകളിയുടെ ഭാഷയിലാണ്. പൂതന മോക്ഷം നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചാണ്. പൂതനകൃഷ്ണൻ എന്നൊരു പാഠം 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുണ്ടോ? അറിഞ്ഞുകൂടാ. അതായത് പൂതനയുടെ വേഷം. പൂതന ശ്രീകൃഷ്ണനെ കൊല്ലാൻ പോയത് അറിയാമല്ലോ. ലളിതയായി വേഷം കെട്ടിയാ പോയത് എന്ന് പറഞ്ഞാൽ സുന്ദരിയായൊരു പെണ്ണായി പോയി വേഷം കെട്ടി തന്റെ മുലക്കണ്ണുകളിൽ വിഷം തേച്ചിട്ടാ പോയത്. അപ്പൊ കുഞ്ഞിന് മുല കൊടുക്കും. മുല കൊടുക്കുമ്പോൾ ഈ വിഷം വായിച്ചെന്ന് കുഞ്ഞ് മരിക്കും. അങ്ങനെ ലളിത. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഇത് അറിയാവുന്ന ഈ കുഞ്ഞ് ഈ മുല കുടിച്ച് പാല് തീർന്ന് രക്തം കുടിക്കാൻ തുടങ്ങി. ഒടുവില് പ്രാണവേദന എടുത്ത് മരിക്കാറായി പൂതന. ലളിത എന്ത് ചെയ്തു? ശരിക്കുള്ള രൂപം, പൂതനയുടെ രൂപം പുറത്തു വന്നു. ഇത് അഭിനയിക്കുന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ്. ഈ പൂതനയുടെ വേഷം ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അന്ന് അദ്ദേഹത്തിന് ഒരു ഓമന പേര് വീണു. എന്താ? പൂതനകൃഷ്ണൻ. കലാമണ്ഡലം കൃഷ്ണൻ നായരാണല്ലോ പൂതനകൃഷ്ണൻ. അപ്പൊ പൂതനകൃഷ്ണൻ അഭിനയിക്കുന്ന, കലാമണ്ഡലം കൃഷ്ണൻ നായർ അഭിനയിക്കുന്ന ആ രംഗമാണ് അതേപടി. അതായത് ഈ രാഘവനും കാർമനും തമ്മിലുള്ള നിർബന്ധിത ലൈംഗിക വീഴ്ച ആവിഷ്കരിക്കാൻ മാധവൻ ഉപയോഗിക്കുന്ന എന്താ? പൂതനാമോക്ഷത്തിലെ കലാമണ്ഡലം കൃഷ്ണൻ നായരെ വർണ്ണിക്കുന്നതിന്റെ പദാവലിയാണ്. പിന്നെയും ഒരു സന്ദർഭമുണ്ട്. പതിഞ്ഞ താളത്തിലാണ് രതി തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഒരു കഥകളിൽ നിന്നൊരു പദം കയറിയിങ്ങനെ വരും ഈ കഥയ്ക്കകത്ത്. ഈരേഴുപാലിനീശനായ ഞാൻ. അത് കിളിമാനൂർ കരീന്ദ്രൻ എന്നറിയപ്പെട്ടിരുന്ന കിളിമാനൂർ രാജരാജവർമ്മ കൊയ്ത്തമ്പുരാൻ ഒരാളാണ്. കഥകളിയിലെ ഏറ്റവും മികച്ച ആട്ടക്കഥകളിൽ ഒന്ന്. അദ്ദേഹം 19ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. കഥകളിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആട്ടക്കളിൽ ഒന്നാണ് കിളിമാനൂർ. അദ്ദേഹത്തിന്റെ ഓമന പേരാണ് കരീന്ദ്രൻ. കിളിമാനൂർ കൊയ്ത്തമ്പുരാൻ എഴുതിയ രാവണവിജയം ആട്ടക്കഥയിലെ രംഭാപ്രവേശം. രാവണൻ സ്വർഗത്തിലെത്തി, ഇന്ദ്രപുരിയിലെത്തി രംഭയെ കാണുന്നു. രംഭയെ കണ്ട് പരിഭ്രമിച്ചു പോയി. കാമാവേശിതനായി രംഭയെ ലൈംഗിക വീഴ്ചയ്ക്ക് ക്ഷണിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം തന്റെ യോഗ്യത പറയുന്നതാണ് ഈരേഴുപാലിനും ഈശനായുള്ള ഞാനിത് പറഞ്ഞത്. നമ്മളിപ്പോ തന്നെ 12ഓളം അടരുകളിലൂടെയാണ് ഈ കഥയിലൂടെ കടന്നുപോയത്. ആണോ? അപ്പൊ ഒരു കഥയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു കഥയെ നമ്മളൊരു സാംസ്കാരിക വസ്തുവായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏതാനും കുറിപ്പടികൾ എഴുതി ഇന്ന കഥയാണെന്ന് പറഞ്ഞ് ശരിയാകുമോ? ശരിയാകും. അപ്പൊ ഓരോ ടെക്സ്റ്റിനെയും നമ്മൾ ഇങ്ങനെ വായിക്കണം. വേണമോ വേണ്ടേ? അതോ നമ്മൾ ഒരു ചെറിയ കുറിപ്പടി എഴുതി NS മാധവനെ കുറിച്ച് 4-5 വരി, കഥയെക്കുറിച്ച് വരി, അങ്ങനെ എഴുതിയിട്ട് എന്ത് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയുമോ? കാരണം മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ചോദ്യങ്ങൾ. ഇതിനകത്ത് ഒരു ചോദ്യം കാർമനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്, കഥകളിയുടെ അന്തരീക്ഷവും സംസ്കാരവും കാർമൻ എന്ന കഥയെ ആദ്യന്തം ഭാവോജ്വലമാക്കുന്നത് എങ്ങനെ? നമ്മൾ എങ്ങനെ എഴുതും? അപ്പൊ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഈ കഥകളിയുടെ പ്രമേയം, മുമ്പുണ്ടായ പ്രധാനപ്പെട്ട കഥകളെക്കുറിച്ചുള്ള സൂചകങ്ങൾ, അവയിൽ നിന്നുള്ള ഉദ്ധരണികൾ, പിന്നെ കഥകളിയുടെ സാങ്കേതിക പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് കഥയിലെ രംഗങ്ങൾ എങ്ങനെയാണ് വിവരിക്കുന്നത്. ധനാശിയെ പാടി എന്നാ പറയുന്നവരുണ്ട് അല്ലേ? കഥയുടെ അന്ത്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അഷ്ടകലാശം എടുത്തു. ഞാൻ ആദ്യം നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചില്ലേ, ഈ കഥയുടെ ചുരുക്കം പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ സ്വീകരിച്ചോ ഇല്ലയോ? ആർക്കും ഒരു ഉത്തരം പറയാനില്ല. തിട്ടമായിട്ടൊരു ഉത്തരവൊന്നും ഇല്ല. സ്വീകരിച്ചില്ല എന്നാണ് ഒരാൾ പറഞ്ഞത്. സ്വീകരിച്ചു എന്ന് വേണമെങ്കിലും പറയാം, പക്ഷെ സ്വീകരിച്ചില്ല എന്ന് പറയാനാണ് എനിക്കും താല്പര്യം. കാരണം സാധാരണഗതിയിലെ വിവേകമുള്ള ഒരു നടനും, ഒരു കഥകളി നടനും അണിയറയിൽ വെച്ച്, അതായത് ചമയമിടുന്ന സ്ഥലത്ത് വെച്ച് അഭിനയം നടത്തുകയേ ഇല്ല. അതും കിടക്കുന്ന ഗുരുവിന്റെ മുന്നിൽ നൃത്തം ചെയ്യുന്ന എന്തൊരു അരോചക ദൃശ്യമാണ്. ഇല്ല, മോശമല്ലേ? മേക്കപ്പ് ഇട്ട് കിടക്കുക. ആ സമയത്ത് അരങ്ങത്ത് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ പരിശീലന സ്ഥലത്ത് ചെയ്യേണ്ട കാര്യം, അഷ്ടകലാശം അണിയറയിൽ വെച്ചെടുക്കുന്നത് അങ്ങേറ്റത്തെ കോമാളിത്തരം, ധിക്കാരമോ അവിവേകമോ വിവരക്കേടോ ആണ്. ഒരിക്കലും കഥകളിയിൽ അത് സംഭവിക്കില്ല. ചെയ്യാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കിണറിന്റെ പുറത്ത് നിന്നാണോ ഭരതനാട്യം കളിക്കുന്നത്?
ഒരു കിണറിനടുത്ത് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഞാൻ കിണറിന്റെ മതിലോട്ട് കയറിയിരുന്നു. ഞാൻ ഇപ്പൊ കുറച്ച് ഭരതനാട്യം പഠിച്ചു, മുദ്രകൾ 5-6 കാണിച്ചാലും ചാടി കളിച്ചാലും. ഇതിന് ഓരോന്നിനും ഒരു സ്ഥലം ഉണ്ട്. അരങ്ങ് മണിയറ എന്നൊക്കെ പറഞ്ഞ രണ്ട് വലിയ സങ്കല്പങ്ങളാണ് അല്ലേ? ഇപ്പം കുഞ്ഞിരാമൻ നായർ കവിതയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അരങ്ങല്ല, അരങ്ങ് വെറും പാഴ് പ്രതിബിംബമാണ്. ഒറിജിനൽ ഏതാ? അണിയറയാണ്. അണിയറയുടെ പ്രതിബിംബം മാത്രമാണ്, പാഴ് പ്രതിബിംബം മാത്രമാണ് അരങ്ങ് എന്നുള്ള സത്യം നീ മറന്നുപോയി. അതാണ് നിന്റെ പരാജയം എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഈ കഥാപാത്രം ഒരിക്കലും വേഷം ഇടാൻ പാടില്ലാത്ത, പെർഫോം ചെയ്യാൻ പാടില്ലാത്ത അണിയറയിൽ വെച്ച് അഭിനയിച്ച് താനൊരു കോമാളിയും അവിവേകിയുമാണെന്നും ഭ്രഷ്ടനാണെന്നും തൻ്റെ കലയുടെ എല്ലാ അംശങ്ങളും നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അയാൾ സ്വന്തം വ്യക്തിത്വം, സ്വത്വം തന്നെ നഷ്ടപ്പെടുത്തിയ ഒരാളാണെന്ന് തെളിയിക്കുകയല്ലേ? അപ്പൊ ഈ കഥകളിയുടെ അന്തരീക്ഷത്തിലൂടെ, അതായത് അയാളുടെ ലൈംഗികത വർണ്ണിക്കുമ്പോൾ, അയാളുടെ മറ്റു കാര്യങ്ങൾ വർണ്ണിക്കുമ്പോൾ എല്ലാം കഥകളിയുടെ അന്തരീക്ഷത്തിലൂടെയും ബിംബങ്ങളിലൂടെയും അത് ഉപയോഗിക്കുന്നു. ഇയാളുടെ ഫ്യൂഡൽ പാരമ്പര്യം വ്യക്തമാക്കുന്നു, ഇയാളുടെ വഷളത്തരം വ്യക്തമാക്കുന്നു, ഇയാളുടെ കഴിവില്ലായ്മ വ്യക്തമാക്കുന്നു. ഒടുവിലാകട്ടെ ഇയാളുടെ വ്യക്തിത്വം എത്ര തകർന്ന് തരിപ്പണമായതെന്നും കഥയുടെ അന്ത്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നു. അപ്പൊ ആ ചോദ്യം ഉത്തരം പറയേണ്ടത് എന്താ? ഈ കഥകളിയുടെ ഈ ഇത് പറയുമ്പോൾ ആ റെഫറൻസ് നമ്മൾ ഉത്തരത്തിൽ പറയണ്ടേ? ഏതാണ്? കിളിമാനൂർ കോയിത്തമ്പുരാന്റെ ഏതാട്ട കഥ? രാവണ വിജയം. രാവണ വിജയത്തിലെ ആ വരിയാണ്, ആ പദമാണ്. പാടുന്നതിന് പദം എന്നാണ് പറയുന്നത് കഥകളിയിൽ. ശ്ലോകവും പദവുമാണ് കഥകളിയിൽ. കഥാ സന്ദർഭം വിവരിക്കുന്നത് സംസ്കൃത ശ്ലോകമായിരിക്കും. കഥാപാത്രങ്ങളുടെ സംസാരിക്കാനുള്ളത് സംസാരിക്കില്ല, പാടുകയെ ചെയ്യുന്നു, അവർ അഭിനയിക്കും. അതിനെ പദം എന്ന് പറയും. പദം മലയാളത്തിലും ശ്ലോകം ഏതിലുമായിരിക്കും? സംസ്കൃതത്തിലുമാണ് കഥകളിയിൽ എഴുതുക. അതുകൊണ്ട് ആട്ടക്കഥ എഴുത്ത് അത്ര എളുപ്പം അല്ല. കാരണം എന്തറിയണം? സംസ്കൃതം അറിയണം. ഇനി വേണമെന്ന് മാറ്റി എഴുതാം, കുഴപ്പമൊന്നുമില്ല. സംസ്കൃതത്തിൽ എഴുതാവുന്ന ഭരണഘടന പോലെ നിയമമൊന്നും ഇല്ല, രീതി അതാണെന്നേ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന് നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുന്നത്. ഇതിപ്പോ ഉത്തരം പൂർണ്ണമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ ഉത്തരത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങളിൽ ഒന്ന് ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ചെറുകഥയെ വായിക്കാനുള്ള വ്യത്യസ്തങ്ങളായ ലെയറുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ പറഞ്ഞത്. ഒരു കഥയെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് സൈഡ്, ഒരു നാടകത്തെ, ക്രൈം നാടകത്തെ, CJ തോമസിന്റെ ക്രൈം നാടകം നിങ്ങൾ പഠിക്കാനുണ്ട്, അറിയാമല്ലോ. ക്രൈം നാടകം പഠിക്കണമെങ്കിൽ ബ്രഷ്റ്റിന്റെ എപ്പിക് തിയേറ്റർ എന്താണെന്ന് അറിയാം. എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ നാടക സങ്കേതമുണ്ട്. മോഡേണിസ്റ്റ് തിയേറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടക സങ്കല്പമാണ് എപ്പിക് തിയേറ്റർ, ഇതിഹാസ നാടകവേദി. അതായത് യൂറോപ്പിലെ അരിസ്റ്റോട്ടിലിയൻ നാടകവേദിക്ക് എതിരെ ബെർത്തോൾഡ് ബ്രഷ്റ്റ് എന്ന് പറഞ്ഞ ജർമ്മൻ നാടകത്തിൽ നൊബേൽ ലോറിയറ്റാണ്. അദ്ദേഹം വലിയ സംവിധായകനാണ്. അദ്ദേഹം അവതരിപ്പിച്ച തിയേറ്ററിക്കൽ കോൺസെപ്റ്റാണ് എപ്പിക് തിയേറ്റർ. അതായത് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്, നാടകം കണ്ടുകൊണ്ടിരിക്കും, ട്രാജഡിയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ അലിഞ്ഞു ചേർന്ന്, നമ്മൾ അതിലെ കഥാപാത്രങ്ങളുടെ ദുരിത ജീവിതം കണ്ട് നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം പുറത്തു വന്ന് കരഞ്ഞ് ശുദ്ധമാകണം മനസ്സ്. ഇപ്പോഴും ബ്രഷ്റ്റ് പറഞ്ഞു അങ്ങനെ ഒരിക്കലും ശുദ്ധമാകാൻ പാടില്ല. കാരണം ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും ദുഷ്ടതകളും എല്ലാം സ്റ്റേജിൽ കാണുമ്പോൾ ഇതിനെതിരെ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നാടകത്തിൽ അലിഞ്ഞു ചേരാൻ പാടില്ല. അപ്പൊ നാടകത്തിൽ അലിഞ്ഞു ചേരാതിരിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കുകളൊക്കെ ബ്രഷ്റ്റ് നാടകത്തിൽ. അതാണ് എപ്പിക് തിയേറ്റർ. എപ്പിക് തിയേറ്ററിന് അതേ സങ്കേതം ഉപയോഗിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ നാടകമാണ് ക്രൈം, CJ തോമസ്. അപ്പൊ ക്രൈം നാടകത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഹൈപ്പർ ടെക്സ്റ്റായി നമ്മൾ ഏതിനെയും മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എപ്പിക് തിയേറ്ററിന്, അപ്പൊ നമ്മൾ എഴുതുന്ന ഉത്തരത്തിൽ എപ്പിക് തിയേറ്റർ വേണം, വേണ്ടേ? അപ്പൊ എപ്പിക് തിയേറ്ററിന്റെ സങ്കല്പങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വേണം ആ ഉത്തരം എഴുതാൻ. അപ്പൊ അത് വായിക്കുന്ന അധ്യാപകന് മനസ്സിലാവും ഈ സ്റ്റുഡന്റ് നന്നായി പഠിച്ചിട്ടുണ്ട്, ഇയാൾ കാര്യങ്ങൾ അറിഞ്ഞാണ് എഴുതുന്നത്, ഇയാൾ ഏതെങ്കിലും ഒരു ചീപ്പ് ഗൈഡിലെ ഏതാനും വാക്യങ്ങൾ കാണാതെ പഠിച്ച് എഴുതുകയല്ല. നിങ്ങൾ ടെക്സ്റ്റ് അറിഞ്ഞ്, ഞാൻ ഒരു കാര്യം, എനിക്കിഷ്ടമുള്ള ഒരു പ്രയോഗം ഞാൻ പറയാം. ശർക്കര എന്ന് എഴുതി നക്കിയാൽ കുഞ്ഞുങ്ങളെ ഒരിക്കലും മധുരിക്കുകയില്ല. ശർക്കര തന്നെ നക്കണം മധുരിക്കാൻ. നിങ്ങൾ ആദ്യം പുസ്തകം വായിക്കും. ഖസാക്കിനെ മനസ്സിലാക്കണമെങ്കിൽ ഖസാക്കിലൂടെ നിങ്ങൾ നിരന്തരമായി കടന്നു പോകണം. സിവിൽ സർവീസ് പഠിത്തത്തിനിടയിൽ 500 തവണ വായിക്കാനൊന്നും പറ്റില്ല. ഒരു പ്രാവശ്യം വായിക്കും. ഇന്ദുലേഖ വായിക്കുമ്പോൾ അതൊരു 19-ാം നൂറ്റാണ്ടിലെ പ്രേമകഥ മാത്രമല്ല, ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ മാഹാത്മ്യത്തിന്റെ കഥയുമല്ല, മറിച്ച് ഇന്ത്യയിൽ എങ്ങനെയാണ് കേരളത്തിൽ മോഡേണിറ്റി ഉണ്ടായത്, 1880s ഒരു ന്യൂ മിഡിൽ ക്ലാസ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായി വന്നത് എന്നുള്ളതിന്റെ കഥയാണ് ഇന്ദുലേഖ. 1880 ഉണ്ടായ ഇംഗ്ലീഷ് പഠിച്ച് സിവിൽ സർവീസിൽ പ്രവേശിക്കണം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളാണ് യഥാർത്ഥത്തിൽ മാധവൻ. കാര്യം എന്താ?
മാധവന്റെ ഏറ്റവും വലിയ മോഹം സിവിൽ സർവീസിൽ പ്രവേശിക്കുക എന്നുള്ളത്. ബ്രിട്ടീഷ് സിവിൽ സർവീസ്, നമ്മളിന്ന് ഇന്ത്യൻ സിവിൽ സർവീസ്. 1880-കളിൽ ഉണ്ടായ ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞു അടുത്ത മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ ഉണ്ടായത്. 1980s. 1980-കളിലെ മാരുതി കാറിന്റെ രൂപത്തിൽ, ടെലിവിഷന്റെ രൂപത്തിൽ, കമ്പ്യൂട്ടറിന്റെ രൂപത്തിൽ, ഗ്ലോബലൈസേഷന്റെ രൂപത്തിൽ ഇന്ത്യയിൽ പുതിയ മിഡിൽ ക്ലാസ് ഉണ്ടായി. ആ മിഡിൽ ക്ലാസ്സിൽ ജനിച്ചാളാണ്. ഇന്ത്യയൊക്കെ കാലം 1980s ഞങ്ങൾ അങ്ങനെ രൂപപ്പെട്ടു. അപ്പൊ 100 കൊല്ലം മുമ്പ് ഇന്ത്യൻ മിഡിൽ ക്ലാസ് രൂപപ്പെട്ടതിന്റെ സാഹചര്യം, ഇന്ത്യൻ മോഡേണിറ്റി, നമ്മൾ മലയാളത്തിൽ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന ആധുനികത്വം, മോഡേണിറ്റി രൂപപ്പെട്ടതിന്റെ ചരിത്രം. പിന്നെ 19ാം നൂറ്റാണ്ട് ന്യൂ വുമൺ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ലോകം മുഴുവൻ ഉണ്ടായി. നമ്മുടെ മോഡേൺ ഫെമിനിസത്തിന്റെ ആദ്യ രൂപം നമ്മൾ കാണേണ്ടത് ന്യൂ വുമൺ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ്. ഈ 19ാം നൂറ്റാണ്ട് അവസാനം യൂറോപ്പിൽ വരച്ച ഒരുപാട് പെയിന്റിങ്ങുകളിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ പെയിന്റിങ് വരച്ച ഇന്ദുലേഖയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മാധവൻ ചെല്ലുമ്പോൾ ഇന്ദുലേഖ എന്താ ചെയ്യുന്നത്? പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബഞ്ചുമേനോൻ പറയും, നീ രാത്രി ഇങ്ങനെ വായിക്കരുത്, കണ്ണിന് വലിയ ദോഷമാണ്. അപ്പൊ അമ്മ പറയും, മണ്ണെണ്ണ വിളക്കിന് ഒരുപാട് വായിച്ചുള്ള കണ്ണിനാകെ കേടാന്ന് പറയും. അപ്പം ബഞ്ചുമേനോൻ പറയും, കുറച്ചുകൂടി വലിയ അക്ഷരം ഉള്ള ഒരു പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരിക്കുക, അന്ന് കുറെ അച്ചടിപ്പിച്ച് കളയാറുണ്ട്. അപ്പൊ പ്രിന്റിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പൊ 19th സെഞ്ചുറിയുടെ അവസാനം ടെക്നോളജിയുടെ രൂപത്തിൽ മോഡേണിറ്റി എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത്? പ്രിന്റിങ്ങിന്റെ രൂപത്തിൽ. ഇതിലെ കഥാപാത്രം, ഇന്ദുലേഖയുടെ അമ്മയുടെ പുതിയ ഭർത്താവ് തന്റെ സ്വത്ത് മുഴുവൻ വിറ്റ് ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിച്ചിരിക്കുക. കോഴിക്കോട്ട് തുടങ്ങിയ ഒരു മില്ലിൽ നിക്ഷേപിച്ചിരിക്കുക. നൂൽക്കമ്പനി എന്നാ പറയുന്നത്. മില്ലെന്ന് തിരുവണ്ണൂരിൽ തുടങ്ങിയ മില്ലാണ്. ആ മില്ലിലെ ഷെയർ ഹോൾഡറാണ്. 19ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ ഇക്കോണമി ഇങ്ങനെ മാറുന്നു, നമ്മുടെ ഫിനാൻഷ്യൽ ഓർഡർ എങ്ങനെ മാറുന്നു എന്നുള്ളതിന്റെ ഒരു രേഖയാണത്, അല്ലേ? മാത്രമല്ല, തീവണ്ടി എന്ന് പറഞ്ഞ മോഡേണിറ്റിയുടെ എൻജിൻ എങ്ങനെയാണ് ഇന്ത്യയെ മാറ്റിമറിച്ചത്? മാധവന്റെ യാത്രകൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഏതിലൂടെയാണ്? തീവണ്ടിയിലൂടെയാണ് മോഡേണിറ്റി വന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജി 1915 ഇന്ത്യയിൽ വന്നത്. വന്നിട്ട് 5 കൊല്ലം ഗാന്ധി ചെയ്തത് തോന്നുക, ഇന്ത്യ മുഴുവൻ തീവണ്ടിയിൽ സഞ്ചരിക്കുകയാണ്. തീവണ്ടിയിലൂടെയാണ് ഇന്ത്യൻ ഗ്രാമങ്ങളെ അറിയേണ്ടത്. അങ്ങനെ പുതിയൊരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുത്തു. അപ്പൊ തീവണ്ടി ഒരു രാഷ്ട്രീയ വാഹനവും ചേഞ്ചിന്റെ വാഹനവുമാണ്. അത് ഇന്ദുലേഖ എഴുതുന്നു. അപ്പൊ നമ്മൾ ഇന്ദുലേഖ എഴുതുമ്പോൾ പ്രേമകഥ എഴുതുകയും ഇംഗ്ലീഷ് പഠിക്കാനും മഹാത്മ്യം പറയുകയും സംബന്ധ ഏർപ്പാട് മോശമാണ്, അതിനെതിരെ സൂര്യനമ്പൂരി വിഡ്ഢിയാണ്. സൂര്യനമ്പൂരി പടമൊന്നും അത്ര വിഡ്ഢിയൊന്നും അല്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതി. ആർക്കും എഴുതാം, ഇതൊക്കെ എഴുതിക്കൂടെ? ആർക്കും എഴുതിക്കൂടെ? ഇന്ദുലേഖ വായിക്കുന്ന ആർക്കും മനസ്സിലാവും സൂര്യനമ്പൂരിയോട് വലിയ കാമാവേശനാണ്, കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ കല്യാണം കഴിക്കുന്ന മുതിർന്ന റാസ്കലാണ്, ഇയാളെ ഉടനെ തന്നെ ഇടിച്ചു കൊല്ലണം. മാധവൻ ഒരു ധൈര്യം ഇല്ലാത്തവനാണ്, അങ്ങനെ എഴുതില്ല. മാധവൻ ഭാര്യ അമ്മുകിയുടെ കല്യാണം നിശ്ചയിച്ചോടെ നാട് വിട്ടു കളഞ്ഞ മണ്ടൻ എന്നൊക്കെയാ പഠിപ്പിച്ചു വയ്ക്കുന്നത്. മാധവൻ ഒരു മണ്ടനൊന്നുമല്ല, വെരി വെരി ബ്രില്യൻ ഗായ്. മാധവൻ തോക്കെടുത്തിട്ട് ആരെ വെടിവെച്ചു വന്നു? കൽക്കട്ട മ്യൂസിയത്തിൽ നിന്ന് പുറത്തു ചാടിയ നരിയെ വെടിവെച്ചു വന്നു. ഇന്നാണെങ്കിലോ മാധവ 8 കൊല്ലം ജയിലായി പോയത്, വന്യജീവി സംരക്ഷണ നിയമപ്രകാരം. അന്ന് പുരുഷത്വത്തിന്റെ ചിഹ്നമാണ് ആ തോക്ക്. അപ്പൊ ഇന്ത്യൻ മാസ്കുലിനിറ്റിയുടെ ചരിത്രമാണ് ഈ നോവൽ, അല്ലെ? ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ ചരിത്രമാണ്, ന്യൂലി എമേർജിങ് മിഡിൽ ക്ലാസിന്റെ, ന്യൂ വുമണിന്റെ. ആ പുസ്തകം വായിക്കുന്ന സ്ത്രീ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം യൂറോപ്പിലുണ്ടായ ഒരു പുതിയ ഐഡിയ ഉണ്ട്. ആ ഐഡിയയുടെ എംബോഡിമെന്റ് ആണ് ആര്? ഇന്ദുലേഖ. പുസ്തകം വായിക്കുന്ന, സ്വന്തം കാമുകനെ ഷപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. ഇതൊന്നുമല്ല ഇന്ദുലേഖയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ കാർമനിലാ തുടങ്ങിയത്, മാധവനെ തുടങ്ങി ഇന്ദുലേഖയിലെത്തി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്ദുലേഖയുടെ വീട് എവിടെ? കോഴിക്കോടിന് അടുത്ത്, പരപ്പനങ്ങാടിക്ക് അടുത്തായിട്ട് വരും. ഇന്ദുലേഖയുടെ അമ്മ അവിടുത്തെ ആയിരിക്കും, അച്ഛൻ എടുത്തുകാരൻ. ഇന്ദുലേഖ വായിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇന്ദുലേഖയുടെ അച്ഛൻ തിരുവനന്തപുരത്തുകാരൻ, കിളിമാനൂരുകാരൻ. കിളിമാനൂർ കൊട്ടാരത്തിലെ ഒരു രാജാവ്, രാജകുടുംബായിരുന്നു. കിളിമാനൂരുകാർക്ക് രാജഭരണാധികാരം ഉണ്ടായിരുന്നില്ല, രാജപദവിയേ ഉള്ളൂ. അദ്ദേഹം കോഴിക്കോട് നിന്ന് സ്ത്രീയെ കല്യാണം കഴിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും സംബന്ധത്തിന് പോകാൻ പറ്റൂലല്ലോ കോഴിക്കോട് വരെ എല്ലാ ദിവസവും. അതുകൊണ്ട് കുഞ്ഞെവിടെ ഉണ്ടായത്? ഇന്ദുലേഖ ജനിച്ചത് തിരുവനന്തപുരം. 3 വയസ്സിൽ അച്ഛൻ മരിച്ചു. അപ്പൊ അമ്മ ഈ കുട്ടിയും കൊണ്ട് കോഴിക്കോടേക്ക് പോയി. അപ്പോഴത്തേക്ക് അമ്മയുടെ അമ്മാവൻ ഈ കുട്ടിയെ ഏറ്റെടുത്തു. അദ്ദേഹം കൊച്ചിയിലെ ജോലി ചെയ്തു, ദിവാൻ പേഷ്ക, കൊച്ചിയിലെ വളർന്നു. 3 വയസ്സ് വരെ തിരുവനന്തപുരത്തുകാരനായ അച്ഛന് കോഴിക്കോടുകാരി അമ്മയിലുണ്ടായി. 3 വയസ്സ് വരെ തിരുവനന്തപുരത്തും, പിന്നെ 16 വയസ്സ് വരെ കൊച്ചിയിലും വളർന്നു. 16ാം വയസ്സിൽ അമ്മാവ് മരിച്ചുപോയി. അപ്പൊ വീണ്ടും കോഴിക്കോട്ടെത്തി. 18 വയസ്സായി. ഈ 18ാം വയസ്സിലൊക്കെ നടക്കുന്നത്. അപ്പൊ ഇന്ദുലേഖ ഒരു കോഴിക്കോട്ടുകാരിയല്ല, ഒരു കേരള പുത്രിയാണ്, അല്ലേ? അപ്പൊ കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സങ്കല്പം രൂപപ്പെടുന്ന നോവൽ കൂടിയാണ്
ഇന്ദുലേഖ അല്ലേ? അപ്പൊ ഇന്ദുലേഖ നമ്മുടെ ഫിനാൻഷ്യൽ ഹിസ്റ്ററി അതിനകത്തുണ്ട്, നമ്മുടെ ടെക്നോളജിയുടെ, നമ്മുടെ മോഡേണിറ്റിയുടെ, നമ്മുടെ ജാതി സമ്പ്രദായത്തിന്റെ, ജന്മിത്വത്തിന്റെ എല്ലാം ചരിത്രം അതിനകത്ത് അടുക്കടുക്കായി കിടപ്പുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നോവലിൽ നിന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ കൃതികളെ പഠിച്ച് ഇങ്ങനെ നമ്മൾ ഉത്തരം എഴുതാൻ തുടങ്ങിയാൽ നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും. ഇതിൽ മാത്രമല്ല, ഞാനിപ്പോൾ കാർമനെ കുറിച്ച്, മാധവന്റെ കഥകളെ കുറിച്ച്, ഇന്ദുലേഖയെ കുറിച്ച്, പിന്നെ CJ തോമസിന്റെ ക്രൈം നാടകത്തെക്കുറിച്ച്, ഇതല്ലാതെ നമുക്ക് ചിന്താവിഷ്ടയ സീതയുണ്ട്, മലയാളത്തിൽ അതിമനോഹരങ്ങളായ കവിതകളുണ്ട്, പെരുന്തച്ഛനെ പോലുള്ള കവിതകളുണ്ട്, പണ്ടത്തെ മേശാന്തി എന്ന് പറയുന്ന അക്കിത്തത്തിന്റെ അസാധാരണമായ സൗന്ദര്യമുള്ള ഒരു കവിതയുണ്ട്. പിന്നെ വായിച്ചാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള, ഇന്റർപ്രിട്ടേഷൻ അത്യന്തം ക്ലേശകരമായ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ ഈ പണിക്കരുടെ കവിതയുണ്ട്. അപ്പൊ നമ്മൾ ഈ സാഹിത്യം എന്ന് പറയുന്നത് പൊതിയാ തേങ്ങയൊന്നും അല്ല കുട്ടികളെ, നല്ലൊരു നാളികേരാണ്. കാരണം പൊളിച്ചെടുക്കാൻ ഇച്ചിരി വിഷമമാണ്. പക്ഷെ അകത്ത് ചെന്നാലോ, ആ ചിരട്ട ഒന്ന് പൊട്ടിച്ച് കിട്ടിയാലോ, ഇത് മധുരോദാരം ആണ്. തേങ്ങ ഉള്ള കുടിച്ചില്ലേക്ക് ഉള്ള നീര് കുടിച്ചിട്ട് വീട്ടിൽ തേങ്ങ പൊട്ടിക്കാൻ അമ്മ തരില്ലേ, അത് കുടിക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുക. കാരണം സയൻസ് പഠിച്ചവർക്കുള്ളതാണ്, സോഷ്യൽ സയൻസ് പഠിക്കുന്നു. ലിറ്ററേച്ചറോ മലയാളം എംഎക്കാർക്ക് ഇംഗ്ലീഷ് എംഎക്കാർക്കും ഉള്ളതല്ല ലിറ്ററേച്ചർ, മനുഷ്യവംശത്തിന് മുഴുവനുമുള്ളതാണ്. ആണോ? അതുകൊണ്ടാണ് ഷേക്സ്പിയർ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ അയൽവക്കത്ത് താമസിക്കുമ്പോഴല്ലേ, അല്ലേ? OV വിജയൻ എന്നൊക്കെ പറയുന്നത് 10-18 കൊല്ലം കൂടെ മരിച്ചുപോയ ആള്, എത്രയോ പുറത്തൊരാള്. നമ്മളിൽ ഇളയ ആളെ പോലെയോ സമശീർഷനെ പോലെ നമ്മളെന്തോ പേര് പറയും. OV വിജയൻ, MT എന്നൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്. എന്താ? ഇവർ നമ്മുടേതാണ്. കാരണം നമുക്ക് വേണ്ടിയാണ് അവർ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒരു കഥയെ, ഒരു ഉള്ളിയില്ലേ, ഉള്ളി പോലെ, സവാള പോലെ നമ്മൾ ഇങ്ങനെ ഇളക്കി എടുക്കണം. ഒരു കഥയെ, ഒരു കവിതയെ, ഒരു നോവലിനെ. അതാണ് ലിറ്ററേച്ചർ. അതിൽ നിന്നുള്ള ഉത്തരങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരാൻ കഴിയും. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതാണ്, ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ കാർമനെ കുറിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളത് ഇനി കാർമൻ വായിച്ചു നോക്കുമ്പോൾ ഈ വായനയിൽ ഇങ്ങനെയും വായിക്കാൻ കഴിയും, ഞങ്ങളത് കണ്ടില്ലല്ലോ എന്ന് ചിലർക്കെങ്കിലും തോന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയാം. നിങ്ങളൊന്നും പറയാതിരുന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല, എന്നാലും പറയുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണം, അങ്ങനല്ലേ? അതുകൊണ്ടെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്നവർക്കും പറയാം, ഓൺലൈനിൽ അദൃശ്യരായിരിക്കുന്നവർക്കും പറയാവുന്നതാണ്. യെസ് സഹീർ. ഓക്കെ സർ, അതായത് നമ്മുടെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് പറഞ്ഞ കൃതിയില്ലേ? അതെ. ഓക്കെ, ആ ഒരു കൃതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? കാരണം ഒരു ആത്മകഥയാണ്, പിന്നെ ആത്മകഥകളുടെ കൂട്ടത്തിൽ തന്നെ കുറച്ചൊരു സങ്കീർണം എന്നുള്ള രൂപത്തിൽ. കാരണം ആത്മകഥയല്ല സഹീർ, ജീവചരിത്രം മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. ജീവചരിത്രം എന്നുള്ള രൂപത്തിലാണ്, പക്ഷെ അതിനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ചങ്ങമ്പുഴയെ കുറിച്ചും പറയുന്നുണ്ട്, കാവ്യത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം ഒരു ആൻസർ എഴുതുന്ന സമയത്തും അതുപോലെ അത് പഠിക്കും. വെരി ബ്രില്യന്റ് ക്വസ്റ്റ്യൻ. ബ്രില്യന്റ് ക്വസ്റ്റ്യനേക്കാൾ ബുദ്ധിയുള്ള സംശയം എന്നാ പറയണ്ടേ. എല്ലാവരും കേട്ട് കഴിഞ്ഞ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ചോദ്യം. അപ്പം എൻ്റെ മുന്നിരിക്കുന്നവരോട് ഞാൻ പറയാം, സഹീർ എന്ന് പറഞ്ഞ യങ്മാൻ ചോദിച്ച ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞൊന്നുമല്ല. നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് പറഞ്ഞ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് MK സാനു എഴുതി ജീവചരിത്രത്തെക്കുറിച്ചാണ്. അത് കാവ്യ പഠനമുണ്ട്, അതിനകത്ത് ചങ്ങമ്പുഴയുടെ ജീവിതമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് സഹീറിൻ്റെ സംശയം. നിങ്ങൾക്കും ഒരു സംശയം ഉണ്ടാവും. സഹീറല്ല, ഇതിൽ പങ്കെടുക്കുന്ന അമൽ ജോസഫ് ഉൾപ്പെടെയുള്ള, എവലിൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമാണ്. അതായത് ജീവചരിത്രം എന്ന് പറയുന്നത് സുനിശ്ചിതമായി ഇന്ന രൂപത്തിൽ മാത്രമേ എഴുതാവൂ എന്നില്ല. ഒരാളിൻ്റെ ജീവിത കഥയെ അതേപടി പകർത്തി വയ്ക്കുന്ന, വിശ്വസ്തമായി പകർത്തി വയ്ക്കുന്ന ഒരു രൂപം മാത്രമാണ് ജീവചരിത്രം എന്ന് ഒരു നിർവചനമില്ല. ഒരാളിൻ്റെ ജീവിതത്തിൻ്റെ കഥയാണ്. അതേസമയം ആ ജീവചരിത്രം അയാൾ ജീവിച്ച കാലഘട്ടത്തിൻ്റെ സോഷ്യൽ ഹിസ്റ്ററിയാണ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. ആ പേഴ്സണാലിറ്റിയുടെ സ്വഭാവം അനുസരിച്ച് അത് ലിറ്റററി ഹിസ്റ്ററിയും ആയിത്തീരാം. അതിന് ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. കൂടുതൽ ഉദാഹരണങ്ങളും ഉള്ളത് യൂറോപ്യൻ ഭാഷകളിലാണ്. ചില ജീവചരിത്രങ്ങൾ, ഒരു എഴുത്തുകാരൻ്റെ ജീവചരിത്രം, എഴുത്തുകാരുടെ ജീവിതത്തിലുള്ള വലിയ പ്രത്യേകത, ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവചരിത്രം എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ടാവും.
രാഷ്ട്രീയ സംഘർഷങ്ങൾ, സമരങ്ങൾ, ഭരണപരമായ നേട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജയിൽവാസം, അങ്ങനെ ഒട്ടേറെ കാര്യം. എഴുത്തുകാരൻ്റെ ജീവിതം ഇത്രയും സംഭവബഹുലമാകണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ചങ്ങമ്പുഴയുടേതെന്നാൽ സംഭവബഹുലമായൊരു ജീവിതമാണ്. ആ എഴുത്തുകാരൻ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന അയാളുടെ കൃതികളിലാണ്. ഈ ജീവിതത്തിലെ സംഭവങ്ങൾ എങ്ങനെ കൃതികളിൽ പ്രതിഫലിച്ചു, അതിന് പ്രചോദനമായി ഇങ്ങനെ ഉള്ള അംശങ്ങൾ കൂടി വരുമ്പോൾ കാവ്യപഠനം അല്ലെങ്കിൽ കഥാപഠനം കൂടിയായി മാറും സാഹിത്യ രചയിതാക്കളെ കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ജീവചരിത്രത്തിൻ്റെ പരമ്പരാഗത ഘടനയിൽ നിന്നും മാറി നിൽക്കുന്ന ജീവചരിത്രമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് നമ്മൾ സ്ഥാപിക്കണം. കാരണം ഇതിനു മുമ്പുള്ള ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ജീവിതം മാത്രം വിവരിക്കുന്നു. ഇവിടെ ജീവചരിത്രവും അരിവാങ്ങാൻ പോയ കഥയൊക്കെ കുറവാണ്. പകരം അത് പോയട്രിയുടെ ചരിത്രം ആണ്. കാരണം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ മനുഷ്യനെ അല്ല നമ്മൾ നോക്കുന്നത്, ചങ്ങമ്പുഴ കവിതയിൽ വെളിപ്പെട്ട് വരുന്ന ഒരു ഓതറിനെയാണ്. അപ്പം അങ്ങനെ ആണത് കാവ്യപഠനമായി മാറുന്നത്. അത് ആൻസർ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഇത് കാവ്യപഠനമാണ്. കവിതയിലൂടെ വെളിപ്പെട്ട് വരുന്ന സ്വരൂപത്തിൻ്റെ വ്യക്തിത്വമാണ് ഈ പുസ്തകം ആവിഷ്കരിക്കുന്നത് എന്ന് പറയണം. ഇതിന് ഡേവിഡ് എൽമൻ എഴുതിയ മറ്റേ ജെയിംസ് ജോയ്സ് എന്ന് പറഞ്ഞ ഒരു അസാധാരണമായ ജീവചരിത്രമാണ്. ഇനി ഒരു ജീവചരിത്രം കൂടി നിങ്ങൾക്ക് വളരെ പോപ്പുലറായി അറിയാവുന്ന വാൾട്ടർ ഐസക്സൺ എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. ന്യൂസ് വീക്കിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം. വാൾട്ടർ ഐസക്സന്റെ പ്രത്യേകത, അദ്ദേഹം സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അത് വളരെ പോപ്പുലറാണ്. നമ്മുടെ ഈ പൈററ്റ് പുസ്തകം വയ്ക്കുന്നിടത്തൊക്കെ സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞാൽ അതിപ്രസിദ്ധമായ പുസ്തകം കിട്ടും. ഈ വാൾട്ടർ ഐസക്സൺ ലിയനാർഡോ ഡവിൻസിയുടെയും ഐൻസ്റ്റൈൻ്റെയും ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഐൻസ്റ്റൈൻ്റെ ജീവചരിത്രത്തിൽ ഒരുപാട് വസ്തുതകൾ നമുക്ക് അറിയാം, പക്ഷേ ലിയനാർഡോ ഡവിൻസിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാൾട്ടർ ഐസക്സന്റെ ഡവിൻസി ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ വർക്കുകളെക്കുറിച്ചുള്ള, അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകളെ, അദ്ദേഹത്തിൻ്റെ സ്കൾപ്ചേഴ്സിനെ, അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ട്രീറ്റീസിനെ കുറിച്ചുള്ള വലിയ പഠനം കൂടിയായി തീരുന്നു. ഇത് ജീവചരിത്രത്തിൻ്റെ ഒരു മാതൃകയാണ്. അപ്പോൾ സഹീറിനത് വ്യക്തമായോ? സർ, ക്ലിയർ ആണ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേർപിരിയാം. നിങ്ങളെല്ലാം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങളുടെ പടങ്ങൾ മാത്രമാണ് കാണുന്നത്. ചിലരെ പീന്നും ബീന്നും ഒക്കെ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ നിങ്ങളെ വിഗ്നറ്റുകളോ ഇമേജുകളോ ആയിട്ടാണ് കാണുന്നത്. സാഹിത്യം ആയതുകൊണ്ട് വിഗ്നറ്റ് ഇമേജൊക്കെ ഇച്ചിരി ആവാം, അല്ലേ? ഇമേജ് അല്ലേ സാഹിത്യം മുഴുവൻ. മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ലിജോ, ഇത് അപ്രത്യക്ഷമായല്ലോ. ഞാൻ അപ്രത്യക്ഷമാക്കുന്നോ ഓഡിയോ?